പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. വനിതാ ദിനമാണ്. പാതി ലോകമല്ല, പാതി ലോകത്തിനുമപ്പുറം അവകാശപ്പെട്ട ഒരു വലിയ സമൂഹം അവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ, അവരുടെ പോരാട്ടത്തിൻ്റെ ദിനമാണ്. അതോടൊപ്പം കേരളം ഒരു വലിയ ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ട ദിനത്തിലേക്ക് കൂടി കടക്കുന്നു. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളമെമ്പാടും നടത്തുന്ന മഹാറാലിയുടെ ആദ്യ ദിനത്തിൻ്റെ സമാപനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇവിടെ ലേഡി കൗൺസിൽ ഓഫ് ലേഡി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 കൗൺസിൽ ഓഫ് ലേഡി ലയൺസിന്റെ ബീച്ച് ബീറ്റ്സ് 2025 നമ്മൾ ചേരുന്നപ്പോൾ ആദ്യം അവർക്കൊരു നല്ല കൈഡി കൊടുത്തു തുടങ്ങാം. താങ്ക് യു റീജ ആൻഡ് ലേഡി ലയൺസ് ഓഫ് കാലിക്കറ്റ്. തീർച്ചയായിട്ടും നമുക്കൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കാൻ അവസരം നൽകിയത് അവരാണ്. അതോടൊപ്പം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനകൾ, ഒപ്പം അക്കാഡമിക് എക്സ്പേർട്സ് എല്ലാവരും നമുക്കൊപ്പമുണ്ട്. ഞങ്ങൾ ഇന്ന് കണ്ട കാഴ്ചകളിൽ ഒന്ന്, മുഖം മറച്ച് ഒരു ഉമ്മ ഞങ്ങളോട് മുക്കത്തു വന്ന് അവരുടെ കഥ പറഞ്ഞു. 8ാം ക്ലാസ് മുതൽ അവരുടെ പൊന്നോമന മകൻ കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ അവൻ എന്തൊക്കെയോ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അവനെ ഭയമാണ് എന്നൊരു ഉമ്മ ഞങ്ങളോട് ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് പറഞ്ഞു. മറ്റൊരു വാർത്ത ഞങ്ങളിത് തിരുവല്ലയിൽ നിന്ന് സംപ്രേഷണം ചെയ്തു. 10 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിൽ MDMA പാക്കറ്റുകൾ സെല്ലോ ടേപ്പ് വെച്ച് വരിഞ്ഞു കെട്ടി അവൻ്റെ അച്ഛൻ ആ കുട്ടിയുമായി കേരളമുടനീളം നടന്ന് MDMA വിതരണം ചെയ്യുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന കഥ. നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? നിങ്ങളുടെ 10 വയസ്സുള്ള മകനെ ഇല്ലെങ്കിൽ മകളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ദുരന്തം ഏതു നിമിഷവും നമ്മുടെ വീടിനുള്ളിലേക്ക് വന്നു ചേരാം എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ നടുക്കത്തിലാണ് റിപ്പോർട്ടർ TV ഈ ക്യാമ്പയിനുമായി പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിനിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എനിക്കൊപ്പം എഡിറ്റോറിയൽ ടീം അംഗങ്ങളുണ്ട്. ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ഒപ്പം മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ, ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, മിസ് അൽഫ് അരുൺകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആന്റോ അഗസ്റ്റിൻ, വലിയൊരു ആൾക്കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പറയാൻ ഒരുപാടുണ്ട്, അത് നമുക്ക് കേൾക്കാം. എങ്കിലും ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളുടെ ഈ യാത്രയുടെ ലക്ഷ്യമൊന്ന് പറയാം. മഞ്ചേരി തുടങ്ങി കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുന്ന സമയത്ത് ഒരുപാട് ജനങ്ങളെ നമ്മൾ കണ്ടു. വിഷമതകളിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളിലും ചെറിയ പിള്ളേരും, കുട്ടികൾ, അമ്മമാർ, യുവജനങ്ങൾ, യുവാക്കൾ, ഒത്തിരി ആൾക്കാർ നമ്മളെ കണ്ടു. എല്ലാവരും കാണുന്ന ഒറ്റ ഒരു കാര്യം, ഈ പറയുന്ന ദുരന്തത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ, അമ്മമാർ വന്ന് പറയുന്നതാണ്, വിദ്യാർത്ഥികൾ വന്ന് പറയുന്നതാണ്, രക്ഷിതാക്കൾ എല്ലാവരും വന്ന് പറയുന്നതാണ്, വ്യാപാരി വ്യവസായികളും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു വലിയ ഉപയോഗം വിദ്യാർത്ഥികളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് സർക്കാരോ പോലീസോ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. അപ്പോൾ ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അത് നമുക്ക് തുടഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു കോഴ്സ് ഏറ്റെടുത്തിട്ടാണ് റിപ്പോർട്ടർ TV ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ തുടങ്ങുന്ന വലിയൊരു മഹാ റാലിയാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ 1ാം ദിനമാണ് ഇന്നിവിടെ പൂർത്തിയാകുന്നത്. അപ്പോൾ കോഴിക്കോട് ഞങ്ങളെ കാണാൻ, ഞങ്ങളെ വീക്ഷിക്കാൻ ഇത്രയും ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മഹാ റാലി വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും, നിങ്ങളുടെ എല്ലാ ഓഫീസുകളിലും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏരിയ എവിടെയാകട്ടെ, അവിടെ ഒരാൾ പോലും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഓരോരുത്തരും അതിൻ്റേതായ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ എന്ന് മാത്രം ഞാൻ പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ വന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതോടൊപ്പം ഒരു വലിയ മാറ്റത്തിന് കൂടി റിപ്പോർട്ടർ TV തുടക്കം കുറിക്കുകയാണ്. കേരളമെമ്പാടുമുള്ള സ്കൂളുകളിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടു കൂടി പൊതുസമൂഹത്തിലും റിപ്പോർട്ടർ TV ലഹരി വിമുക്ത ക്ലബ്ബുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമിയുടെ സഹായത്തോടു കൂടിയായിരിക്കും കേരളമെമ്പാടും എത്തിക്കുക. നമ്മൾ ഭയന്നിരുന്നത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവരെ ഇവർ അപായപ്പെടുത്തുമോ എന്നാണ്. ഈ യാത്രയിൽ ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസം റിപ്പോർട്ടർ TVയും റിപ്പോർട്ടർ TVയുടെ സ്റ്റുഡൻസ് ആർമിയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. നിങ്ങൾ ഭയക്കേണ്ടതില്ല. തെല്ലും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ റിപ്പോർട്ടർ TV നിർഭയം അവരുടെ ദൃശ്യങ്ങളും അവരെക്കുറിച്ചുള്ള ഇടപാടുകളും എക്സൈസ് വകുപ്പിൻ്റെ അനുമതിയോടുകൂടി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ഈ മഹാസംഗമത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും പങ്കാളികളാകുക. ഞങ്ങൾക്കൊപ്പം സ്മൃതി ഉണ്ട്, സ്മൃതി പരുത്തിക്കാട്. നമ്മളിപ്പോൾ ലഹരി വിരുദ്ധ ക്ലബ്ബിൽ ഇവിടെ അരീക്കോട് നല്ലളം റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അവർ എത്തിയിരിക്കുന്നവർ ആരാണ് എന്നൊന്ന് കൈ ഉയർത്തിയാൽ നന്നായിരിക്കും. അസോസിയേഷൻ ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടണം. ഇവരടക്കമാണ് നമ്മൾ ഈ ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും എനിക്ക് അതിനു മുന്നേ പറയാനുള്ളത്
അതിനു മുന്നേ പറയാനുള്ളത് ബീച്ചിലാണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ കോഴിക്കോട് ബീച്ച് എന്നാൽ, ഞാൻ ഇവിടെ പഠിച്ചു വളർന്ന ആളാണ്. കോഴിക്കോട് ബീച്ച് എന്നാൽ പണ്ട് കാലത്ത് രാത്രി സമയത്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ഈ വഴികളിലൂടെയൊന്നും പോകാൻ പറ്റില്ല. സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ പോയി ഇരിക്കാനോ ഒന്നും പറ്റുന്നൊരു സ്ഥലമായിരുന്നില്ല. ആരെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. രാത്രി പറ്റാറുമില്ല. പക്ഷേ ഇപ്പോൾ മുഴുവൻ സമയം വെളിച്ചവും രാത്രി സമയങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്ന ഭയങ്കര സ്വതന്ത്രമായൊരു ഇടമായി ബീച്ചിൻ്റെ പ്രദേശം മാറിയിരിക്കുന്നത് വളരെ പോസിറ്റീവായ സന്തോഷം നൽകുന്ന കാര്യമാണ്. എനിക്കിതുവരെ രാത്രി ഇങ്ങനെ കറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നു ഇപ്പോൾ പഴയ ബീച്ചല്ല, നമുക്ക് രാത്രി നമ്മൾ മാത്രം പോയാലും, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് മാത്രം പോയാലും ഒന്നും പേടിക്കാനില്ല. ആ തരത്തിൽ മാറി. അതിനർത്ഥം എന്താണ്? അന്ന് അനാശാസ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റം സാധ്യമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നാൽ, ഇപ്പോൾ നോക്കൂ, സമൂഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വിവിധ മേഖലകൾ, വിവിധ പ്രായത്തിൻ്റെ ഘട്ടങ്ങളിലുള്ളവർ വരെ എവിടെയുണ്ട്. ഒന്നിച്ചു നിന്നാൽ സാധ്യമാകാത്തതായ ഒന്നുമില്ല. അതുകൊണ്ട് ആ മാറ്റം നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഈ യാത്ര വഴി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. പുതുവർഷം 2025 പുതുവർഷം പിറന്നു വീണത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു. അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 2 സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു. അവരെ അത് തടയാൻ ഒരു 30 വയസ്സുകാരൻ ശ്രമിക്കുന്നു. ആ 2 വിദ്യാർത്ഥികൾ ആ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു. 2025 ജനുവരി 1 പ്രഭാത വാർത്ത ഇതായിരുന്നു. അവിടെ തുടങ്ങി ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സഹപാഠികൾ തല്ലിക്കൊല്ലുന്നു. നോക്കൂ, ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കൊല്ലപ്പെടുന്നത് കുട്ടികളാണ്, കൊല്ലുന്നതും കുട്ടികളാണ്. ഇതൊരു ചെറിയ സാമൂഹിക ദുരന്തമല്ല. ഇത് നമ്മുടെ സംസ്ഥാനം എങ്ങോട്ടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം അതിനെ ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ റിപ്പോർട്ടർ TV അങ്ങനെ കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബോധവൽക്കരണ മഹാറാലിക്ക് ഞങ്ങൾ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. വലിയ ജനപിന്തുണയാണ് ഈ റാലിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ പ്രതിരോധത്തിന് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു നല്ല തുടക്കമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കൊടുവള്ളിയിലെ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊല്ലുമ്പോൾ ആ ആഷിഖ് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണിത് എന്ന് പറഞ്ഞാണ് ആ ഉമ്മയുടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നത്. ആ ഷഫീഖ് 12 വർഷമായി ലഹരിക്കടിമയായിരുന്നു. പല വീടുകളിൽ പോയി തൊഴിൽ ചെയ്ത മകനെ പോറ്റി വളർത്തിയ ഉമ്മയ്ക്ക് ആ മകൻ കൊടുത്ത സമ്മാനമായിരുന്നു ആ വെട്ട്. ആ ഉമ്മ മരിച്ചുപോയി. നമ്മൾ ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത കേട്ടത്. ചേന്ദമംഗലത്ത് ഇതേപോലെ തൊട്ടയൽവാസികളെ കൊലപ്പെടുത്തിയ വാർത്തയും ഞെട്ടലോടെ കേട്ടു. നമ്മുടെ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 15 മുതൽ 20% വരെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അടിവേരെറിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നേ ഈ സാധ്യമാവൂ. റിപ്പോർട്ടറിൻ്റെ ഈ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ പ്രൊമോ വീഡിയോ പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക്, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് റിപ്പോർട്ടർ TV നിങ്ങളുടെ സഹായത്തോടെയും സഹകരണത്തോടെയും ഈ ലഹരി വിരുദ്ധ ക്ലബിനെയും റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമിയെയും എത്തിക്കുകയാണ്. ലെറ്റ്സ് ഗോ. സ്കൂൾ തലത്തിൽ ലഹരിക്കെതിരെ പ്രതിരോധ സേന തീർക്കാൻ റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമി. ജീവിതമാണ് ലഹരി എന്ന മഹാസന്ദേശം വിദ്യാർത്ഥികൾക്കിടയിൽ പകരാനും ലഹരിക്കെതിരെ ഭാവി തലമുറയെ പോരാളികളാക്കാനും റിപ്പോർട്ടർ ഇവിടെ തുടക്കം കുറിക്കുന്നു. മയക്കുമരുന്ന് മഹാമാരിക്കെതിരെ വീറോടെ നേരിടാനും ജാഗ്രതയോടെ മുന്നേറാനും റിപ്പോർട്ടറിന്റെ തുറന്ന പോരാട്ടം. ഓരോ വിദ്യാലയങ്ങളിലും പരക്കട്ടെ ജീവിതമാണ് ലഹരി എന്ന മഹാസന്ദേശം. റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമി. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പാതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അയ്യപ്പമാഷ് എഴുതിയ കവിതയാണ്. ഇന്ന് ആ പാതി പോലും നമ്മുടെ ബാക്കിയില്ല. അത്രയും അധികം സമൂഹത്തിൽ ആ വിപത്ത് ആഴ്ന്നു കഴിഞ്ഞിരിക്കുന്നു. സുജിയ പാർവതി നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ. നമ്മൾ തുടങ്ങുന്നത് കുട്ടികളിൽ നിന്നാണ്. ചുട്ടയിലെ ശീലം ചുടൽ വരെ എന്നാണ്. ക്യാച്ച് ദം യങ് എന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങണം. ഇന്നല്ലെങ്കിൽ ഇനിയില്ല, അല്ലേ?
ഉറപ്പായും. കാരണം കുട്ടികൾ ഏത് വീടെടുത്ത് നോക്കിയാലും അവിടെ ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് യൗവനത്തിലേക്ക് പോകുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഓരോ കുടുംബത്തിലേക്കും ചെന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ ഒന്നുകിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി, എങ്ങനെയായാലും ഈ ഒരു ആൽഫ ജനറേഷനിൽപ്പെട്ട ഒരാളെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും. 2010-നും 2025-നും ഇടയിൽ ജനിച്ച ഒരു കുട്ടിയെങ്കിലും നമ്മുടെ പരിചയത്തിലോ നമ്മുടെ വീട്ടിലോ ഉണ്ടാകും. അവരിലേക്കാണ് നമ്മൾ ശ്രദ്ധയൂന്നേണ്ടത്. കാരണം നാളത്തെ തലമുറ എന്ന് പറയുന്നത് അവരാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും മുന്നോട്ടുള്ള പോക്കിനെ നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ അവരിലേക്ക് ലഹരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 9 വയസ്സ് മുതലുള്ള കുട്ടികൾ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകുന്നത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് എന്നതാണ്. അതിനേക്കാൾ ചെറിയ കുട്ടിക്ക്, നമ്മൾ കോട്ടയത്ത് നിന്ന് വന്ന വാർത്ത അതിലും ഞെട്ടിക്കുന്നതാണ്. ചോക്ലേറ്റിൽ നിന്നുള്ള ലഹരി കഴിച്ച് ക്ലാസ് മുറിയിൽ ഉറങ്ങിപ്പോയ കുട്ടി എത്രയോ ചെറുതാണ്, 5 വയസ്സിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ലഹരി വസ്തു എവിടെ നിന്നും ഈ പറയുന്ന ആൽഫയിലേക്ക് എത്താം. അതുകൊണ്ട് നമുക്കൊരു ആൽഫ മോഡ് ഓൺ ആക്കിയിടുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മൾ സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ കുഞ്ഞും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ കരുതുന്നിടത്താണ് വിജയം. അതിനപ്പുറത്തേക്കുള്ളവരെ നമുക്ക് പറഞ്ഞു തിരുത്താൻ കഴിയും. പക്ഷേ ഇവർ ചെന്ന് പെടുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവരെ പിന്നിലേക്ക് പിടിച്ചു വലിക്കാൻ, ആ വിപത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ നമുക്ക് അതിനുവേണ്ടി ഈ ഒരു സംരംഭം പ്രയോജനപ്പെടുത്താൻ കഴിയും. അതായത് നമുക്ക് ക്ലാസ് വിഭജനങ്ങളൊന്നുമില്ല അല്ലേ. നമ്മൾ സ്കൂളിൽ ഏത് ക്ലാസ്സിലുമുള്ള കുട്ടിക്ക് ഈ ആർമിയുടെ ഭാഗമാകാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ പരിചയത്തിൽ ഒക്കെയുള്ള കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്കൂളുകളിൽ ഒക്കെ ഈ ആർമി വരുമ്പോൾ ഈ ആർമിയുടെ ഭാഗമാകും. ഇത് ലഹരിക്കെതിരായ ആർമിയാണ്. നമ്മുടെ സമൂഹത്തെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരായ ഒരു ആർമിയെയാണ്. നമ്മുടെ രാജ്യത്തെ ആർമി എങ്ങനെയാണോ രക്ഷിക്കുന്നത്, അതുപോലെ ഈ ആർമി നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് മുതിർന്നവരെക്കാൾ കുഞ്ഞുങ്ങളുടെ ഒരു സംഘം നമ്മൾ രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും അല്ലേ ഡോക്ടർ അരുൺ? തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി അതിഥികൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടുന്നു, അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ പറയാം. ഈ പരിപാടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോഴിക്കോട് ബീച്ചിലും ലഹരിയുടെ വിപണനം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഇവിടെ ഒരു 100 പേര് കൂടുമ്പോൾ അതിലൊരാൾ ലഹരി വിൽപ്പനക്കാരനാണ്. നിങ്ങളുടെ ഇടയിൽ ഒരാളുണ്ട്. ഈ വേട്ടക്കാരനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ ഇരുന്നേ മതിയാവൂ. ചെറിയ കാര്യമല്ല. നമ്മളിത് സംസാരിക്കുന്ന ഇടത്ത്, ഈ വേദിയിൽ, ഇതിന് പിന്നാമ്പുറങ്ങളിൽ ഒക്കെ ഈ ലഹരിയുടെ വിപണനവുമായി നിൽക്കുന്ന ആ കഴുകൻ കണ്ണുകളുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്ത് ഇരുള് പരന്നു കിടക്കുന്ന ഏതിടവഴിയിലും ആൾക്കൂട്ടത്തിനിടയിൽ നമുക്ക് അവനെ തിരയേണ്ടതുണ്ട്, കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം എന്ത് എന്നത് കൂടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കൊപ്പം ഈ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതിഥികൾ, ചിലരുടെ പേരുകൾ എനിക്കറിയാം, മറ്റു ചിലരുടെ പേരുകൾ സ്വയം പരിചയപ്പെടുത്തണം. ഉമേഷ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, വെൽക്കം സാർ, വെരി ഗുഡ് ഈവനിങ്. ഒപ്പം നമ്മളുടെ ലേഡി ലയൺസിൻ്റെ ഇന്നത്തെ കോർഡിനേറ്റർ റീജ, ഹാപ്പി വിമൻസ് ഡേ. യെസ്. ഒപ്പം തന്നെ മറ്റ് അതിഥികൾ, ജിനു മാലിൽ, മിസ്റ്റർ ഏഷ്യ പസഫിക്, വെരി ഗുഡ് ഈവനിങ്. Then Sirajuddin Illatudi, Secretary Chamber of Commerce. Yes, hi Sirajuddin. Hi. Then Dr. Sandeep Kunyikandan, Medical Superintendent, KMCT Medical College. Yes, hi Doctor. Wonderful. മറ്റ് അതിഥികളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. ഞാൻ ഓരോരുത്തരുടെയായി പേരെടുത്ത് പറഞ്ഞു വരാം. യെസ് മാം. ഐ എം ഷെസ്ലിൻ അബ്ദുൾ മജീദ്. ഞാനിവിടെ ഒരു ഹോഴ്സ് റൈഡിംഗ് അക്കാഡമി നടത്തുന്നു. ഹോഴ്സ് റൈഡിംഗ്, കുതിരയോട്ടം. വണ്ടർഫുൾ. ഓക്കെ, യു മാം. ഐ എം സന്ധ്യ ആൻഡ് ഐ എം എ സ്കൂൾ ടീച്ചർ. ഒരു അധ്യാപികയുടെ കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, റഫീഖ് മുള്ളത്ത്, റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി. വണ്ടർഫുൾ മാം. ഐ എം ലയൺ ഡോക്ടർ ബാലാമണി രാജീവ്, ഗൈനക്കോളജിസ്റ്റ് വർക്കിംഗ് അറ്റ് പയ്യന്നൂർ. Gynecologist, you are a doctor. Welcome. Dr. Anita, principal of a college in Kannur. Wonderful. You are a college teacher or right? You was. You were. Now I am a principal. Okay, wonderful. I am Dr. Suja Vinod, dental surgeon, president, Council of Landladies. Wonderful. Okay. I am Lion Dr. Avnees Kadan. I am a radiologist. Radiologist from again doctor community. I am Zanon. I am district secretary, Lions Clubs International. Wonderful, sir. I am Devarajan, coordination committee secretary. Okay, wonderful, sir. Latif, coordination committee. Welcome. I am Renu. I am studying in 10th standard. 10th class ആണ്. കയ്യിലൊരു ട്രോഫി ഒക്കെ ഉണ്ടല്ലോ. ഇടുക്കി കൊള്ളാം. വെരി ഗുഡ്. ഹാപ്പി വിമൻസ് ഡേ. സർ, ഐ എം രശ്മി പൊതുവാൾ, ടീച്ചറാണ്. ഇന്ന് നമ്മൾ ആദരവ് വാങ്ങാൻ വന്നതാണ്. ഇന്ന് വുമൻസ് ഡേയുടെ ലയൻസിൻ്റെ ഇതിൽ ബെസ്റ്റ് ആങ്കർ ഓഫ് ദ ഇയർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം
ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരു വനിതയാണ്. ഈ പറയുന്ന ലഹരി എൻ്റെ കുടുംബത്തെയും വിഴുങ്ങി ഒരു വിധമായിരുന്നു. പക്ഷെ ഞാനത് ദൈവാനുഗ്രഹത്താൽ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ബ്രദറിനെ എനിക്ക് ട്രീറ്റ്മെൻറ്റോടുകൂടി അവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ മരണസമയത്ത് പറഞ്ഞോട്ടെ, ഇങ്ങനെ ഒരു ഇത് എൻ്റെ ചങ്ക് പിടയ്ക്കുന്നുണ്ടായിരുന്നു സാർ. ഇത് പറയുമ്പോൾ അത് പറയണമെന്ന് എനിക്കും തോന്നി. അച്ഛൻ, അതായത് ഞാൻ 2018 ഡിവോഴ്സ്ഡാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. അവന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പഠിച്ചത് MIB. പക്ഷേ അമ്മയ്ക്ക് ഒരു സഹായമില്ല. അങ്ങനെ എൻ്റെ ഗോൾഡൊക്കെ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരെയും കൂടെ നോക്കേണ്ടി വന്നു. അച്ഛൻ പോയി, അച്ഛൻ ഡിമെൻഷ്യയായി, അപ്പോഴേക്കും പേഷ്യൻ്റായി. പിന്നെ അച്ഛനെ നോക്കണം, വീട്, എൻ്റെ കാര്യം, മക്കൾ എല്ലാം കൂടെ. ഇതിൻ്റെ ഇടയിൽ ഞാനും ഇങ്ങനെ ഓട്ടം ജീവിക്കാനായിട്ട് ഓരോ കാര്യങ്ങളായിട്ട്. അപ്പം ബ്രദർ അച്ഛൻ മരിക്കുന്നത് വരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, ആ മരണകർമ്മങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പ്രകൃതിയിലൊരു ശക്തിയെ തിരിച്ചറിഞ്ഞ ഏകദേശം അച്ഛൻ്റെ മരിച്ചു, അച്ഛൻ്റെ ജീവൻ പോയി എന്ന് പറയുന്നിടത്ത് ഞാനൊരു ആങ്കറിങ്ങിന് കാസർഗോഡ് നിന്ന് വരിക. കാസർഗോഡ് നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയ പേയ്മെൻ്റ് ഉണ്ട്, ഒരു 6000 രൂപ. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും എന്നെ കാത്തുക. അച്ഛൻ്റെ ആംബുലൻസ്, ഇവൻ അവിടെ ഉണ്ട്, പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊരു അഡിക്ഷനാണ്. അവന് രക്ഷപ്പെടണം എന്നുണ്ട്, പക്ഷെ അവനെ സഹായിക്കാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ അനിയൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വളരെ അച്ഛൻ പോയതിൻ്റെ സങ്കടം അവനുണ്ട്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പൈസ, ഞാൻ പറഞ്ഞു രാജു, ആംബുലൻസ്, ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് രക്ഷപ്പെടണോ? എനിക്ക് അവനെ മനസ്സിലാവുന്നുണ്ട്, അവൻ സത്യം പറയുന്നില്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നേ പറയുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ് പാട്ടവയലിലൊരു ഹോസ്പിറ്റലിൽ ഞാനിവനെ എത്തിക്കുകയും അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഈ കൈകളിലേക്ക് എത്തിയത് ലിപ്കൂൾ എന്ന് പറയുന്ന വളരെ ഇപ്പോൾ ഏറ്റവും ഒരുവിധം ഞാൻ സ്കൂളിലും വർക്ക് ചെയ്യുന്ന ഒരുവിധം കുട്ടികളുടെ കയ്യിലൊക്കെ അതുണ്ട്. ലിപ്കൂൾ, അതിങ്ങനെ പല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആ ലഹരി ഇങ്ങനെ, അത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, അപ്പോൾ അതുകൊണ്ട് വിഡ്രോവൽ സിംറ്റംസ് വരില്ല. അങ്ങനെ 10-20,000 രൂപ. അപ്പം എന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ്, മോളെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, ഡേഞ്ചറാണ്, കയ്യിൽ 21 ടാബ്ലറ്റ്സ് കരുതിയിട്ടുണ്ട് എന്ന്. അപ്പം എങ്ങനെ ഇവൻ കരുതി വെച്ചാൽ ഇവന് രക്ഷപ്പെടണം, പക്ഷേ ഇതില്ലാതെ ആ 21 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടത്, അത് അവന് പറ്റില്ല. കാരണം എന്താ, ഇതില്ലാണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവനെ സെല്ലിലിട്ടിട്ടുണ്ട്. ഇവൻ എനിക്ക് സങ്കടം, ഒരു കൂടപ്പിറപ്പിന്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഇതിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ 21 നന്നായി പാടുകയും ചെയ്യും. 21 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പുതിയൊരു മനുഷ്യനായിട്ടാണ് വന്ന്. ഇവൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് കഴിഞ്ഞ മാസം ഒരു മൊബൈൽ ഫോൺ അവൻ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. അമ്മയെ സൂക്ഷിക്കണം, മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഈവൻ ദെൻ ഷീ സേഫ്. വണ്ടർഫുൾ. ഓക്കെ സർ. I am TG Baran, Zone Chairperson. I am Bijit Kulangarath. I run a pharma company. I am a social entrepreneur and I am an integral part of Lions community. Wonderful, sir. ഞാൻ വിനീഷ് വിദ്യാധരൻ, President of Calicut Chamber of Commerce and Industry, and also I was the District Governor of Lions in the year 2012-13. ഓക്കെ, സോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒട്ടുമിക്കവാറും അതിഥികളെ കണ്ടു. ഇത് കൂടാതെ ക്ഷണിച്ചും അല്ലാതെയും ഈ ബീച്ചിൽ ഈ വലിയ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്ന സുമനസ്സുകളുണ്ട്. ഇന്നത്തെ വനിതാ ദിനത്തിൻ്റെ ഈ ദിനം ഇതൊരൊറ്റ ദിവസം മാത്രമായി തീരരുത് എന്ന പ്രതീക്ഷയോടുകൂടി എത്തിയിരിക്കുന്ന സ്ത്രീകളും നമുക്കൊപ്പമുണ്ട്, വനിതകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തു. ഞാൻ ആദ്യം ഉമേഷിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സമയവുമുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അതിഥികളോട്. ഉമേഷിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം. ഉമേഷ്, നോക്കൂ, ലഹരിയും ക്രൈമും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്ന് ഷഹബാസിൻ്റെ വീട്ടിൽ പോയി, ക്യാമറയും കൊണ്ടല്ല പോയത്. ഞങ്ങൾ 5 എഡിറ്റർമാരും വീട്ടിൽ പോയി ആ അച്ഛൻ ഐക്യദാർഢ്യം ഒരു പിന്തുണയും ഒക്കെ കൊടുത്തു. ആ അച്ഛൻ ഇപ്പോഴും കണ്ണീരോടെ പറയുന്നുണ്ട്, 1.5 വയസ്സുള്ള അവൻ്റെ ഏറ്റവും ഇളയ അനിയൻ ഇപ്പോഴും ചേട്ടനെ നോക്കി നിൽക്കുന്നുണ്ട്. 7 ക്ലാസ് വരെ കൂടെ പഠിച്ചയാളാണ് നഞ്ചക്ക് ഉപയോഗിച്ച് ഷഹബാസിൻ്റെ തലക്കടിച്ചത്. ഈ അമ്മയെ കൊല്ലുന്നത് 8ാം ക്ലാസ് മുതൽ അമ്മയുടെ മാത്രം ഒപ്പം ജീവിച്ചിരുന്നൊരു മകനാണ് ആഷിഖ് എന്ന് പറയുന്നയാൾ. എന്തുകൊണ്ട് ഇത് തമ്മിലുള്ള ഈ അലയൻസ് കേരളത്തിൽ കൂടി വരുന്നു? അക്രമവും ലഹരിയും. കേരളം ഒരു ഡ്രഗ് ക്യാപിറ്റലായി മാറുകയാണോ പഞ്ചാബിന് പുറമേ? വലിയൊരു ചോദ്യമാണ്. കേരളം ഡ്രഗ് ക്യാപിറ്റലാണോ ചോദിച്ച ചോദ്യത്തിന് തുടങ്ങാം. ഒരിക്കലുമല്ല. കേരളത്തിൽ നമ്മളിവിടെ പിടിച്ചിരിക്കും, കോഴിക്കോട് സിറ്റി തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1800 ചില്ലാൻ കേസുകൾ പിടിച്ചിട്ടുണ്ട്. 1996 പേരോളം നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗ് വിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിറ്റക്ഷൻ നടത്തുന്നു,
അതിന് എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സ്ട്രോങ് ആണ്. പക്ഷേ രാജ്യത്തുടനീളം ഡ്രഗിൻ്റെ വ്യാപനം കൂടിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന് വേണം. കേരളത്തിലും ഡ്രഗിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതുമാത്രം യൂത്ത് ഇപ്പോൾ 4 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഇതൊരു അവരുടെ ഒരു ഫാഷനായി മാറുകയാണ്. 2-4 പെഗ്ഗടിക്കാത്ത ആണല്ല, അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികൾ പറഞ്ഞ് പെഗ്ഗടിക്കാത്ത ഒരു പെണ്ണല്ല എന്ന രീതിയിലേക്ക് അത് വരുന്നു. ഈ രാസലഹരി നമുക്ക് ഏറ്റവും കൂടുതൽ വരികയാണ്. ഒരു 15 വർഷം മുമ്പേ ഞങ്ങൾ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങിയിരുന്നു കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ ഭാഗമായിട്ട്. അന്ന് ഞങ്ങൾ കണ്ട ലഹരി ചെരുപ്പിനൊട്ടിക്കുന്ന പശയോ ചെരുപ്പിനൊട്ടിക്കുന്ന പശയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വൈറ്റ്നർ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. മാക്സിമം കഞ്ചാവ്. അപ്പോൾ ഞങ്ങളൊക്കെ ചിന്തിച്ചത് ഇവരൊന്നും MDMA പോലെയുള്ള സാധനത്തിലും വരില്ല, കാരണം അത് എക്സ്പെൻസീവാണ്. പക്ഷെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇന്ന് എല്ലാവരുടെ കയ്യിലും MDMA എത്തുന്ന രീതിക്ക് എത്തുന്നു. കുട്ടികൾക്ക് സാമ്പത്തികം പ്രശ്നമല്ലാതെ ആയിരിക്കുന്നു. ഇനി സാമ്പത്തികം പ്രശ്നമാണെങ്കിൽ അതിന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി വഴികൾ അവർ ഇതിലൂടെ തന്നെ കണ്ടെത്തുന്നു. പല തരത്തിലുള്ള നമുക്ക് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഓരോ കഥകൾ പിന്നാമ്പുറം പോകുമ്പോൾ നമുക്ക് ഓരോ കുഞ്ഞും ഒരു ജീവിതമാണ്. അപ്പോൾ ആ ജീവിതത്തിൽ കാണുന്ന അവരുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്സ് തിയറി പറയും പോലെ ഡിമാൻഡ് ഉണ്ടോ സപ്ലൈ ഉണ്ടാവും. ഇപ്പോൾ ഡിമാൻഡ് കട്ട് ചെയ്യേണ്ട ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ സോഴ്സിൽ ഡിമാൻഡുകൾ കട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ വിപണനം നിർത്തുക. വിപണനം നിർത്താൻ വേണ്ടിയുള്ള സ്ട്രോങ് ആക്ഷൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തൊക്കെ ഉണ്ട്. പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇനിയും കൂടുതലുണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയ നേരിടുന്ന പ്രശ്നം, ഒരു കേസ് പിടിച്ചാൽ ആൾക്കാർ ഓടിക്കൂടും. പക്ഷെ ഒരാളോട് ചോദിക്കാൻ സാക്ഷി പറയാൻ പറഞ്ഞാൽ അപ്പം പറയും, അപ്പോൾ ഒക്കെ വാനിഷ്ഡാണ്, ഒക്കെ പോവും. കാരണം സാക്ഷി പറയുമ്പോൾ എൻ്റെ ജീവിതം പോവും, കുറേ നടക്കണ്ടേ. പക്ഷേ പുറത്ത് പറയാനോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എഴുതാനോ യാതൊരു പ്രശ്നവുമില്ല. ഒരൊറ്റ വാചകം ഉത്തരവാദിത്വമാണ്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കുന്നവർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാക്ഷി പറയാൻ ആളെ കിട്ടാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ കേസുകൾ ദുർബലമായി പോകുന്നത്. ആ സാഹചര്യം ഉണ്ടാവരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ നേരത്തെ ഡിമാൻഡിനെ സപ്ലൈ കാര്യം പറഞ്ഞപ്പോഴാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ബാധകമല്ലാത്ത ഒരേ ഒരു കാര്യമാണ് ലഹരി. ഉപയോഗിക്കും തോറും അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും, സപ്ലൈയും. അതാണ് ഇതിൻ്റെ തിയറി. നമുക്കൊപ്പം ഡോക്ടർ സന്ദീപ് ഉണ്ട്. ഡോക്ടർ സന്ദീപ്, എത്രമാത്രം അപകടകരമാണ്. ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. താമരശ്ശേരി ഭാഗത്തു നിന്ന് പിടിച്ചൊരു യുവാവിൻ്റെ കയ്യിൽ 2 പാക്കറ്റ് MDMA. ആ 2 പാക്കറ്റ് MDMA അയാൾ വിഴുങ്ങി. പോലീസ് പിടിക്കാൻ വരുന്ന സമയത്ത് അയാൾ 1.5 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു, മരിച്ചു. ആ വാർത്തയാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് പ്ലാസ്റ്റിക് കവറിനുള്ളിലെ MDMA വിഴുങ്ങി അയാൾ മരിച്ച വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എത്രമാത്രം അപകടകരമാണിത്. ഹലോ, കേൾക്കാം. നമ്മുടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ശതമാനങ്ങൾ എപ്പോഴും കറക്റ്റ് ആവില്ല. കാരണം ഇപ്പോൾ അരുൺ സാർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു സ്ത്രീ മുഖം മറച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലൊരു ഷെയിം എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. ഇതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസിഡൻസും പ്രിവാലൻസും എത്രയോ അധികമാണ് ഇതിൻ്റെ യൂസ്. അത് പുറത്ത് വരില്ല. കണക്കുകൾ കറക്റ്റ് ആയിരിക്കില്ല, ഇതിൻ്റെ യൂസേജിൻ്റെ കണക്ക്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് തന്നെ പലപ്പോഴും സൈക്കാട്രി വിഭാഗത്തിൽ പോകാൻ വേണ്ടി അവർ മനസ്സ് മറക്കും, അവർ മടിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. ഞങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്തായിരിക്കും ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അതേ പൊന്തി വരുന്നു. അപ്പോൾ അവന് ഭയമാണ് ഇത് പറഞ്ഞാൽ. അപ്പോൾ പേരൻസ് ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും പറയാം, സാറേ ഞാൻ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ജനറേഷനെ ഒരു തവണ യൂസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്ത് ആണ് അതൊരു ഡിപ്പെൻഡൻസിലേക്ക് പോകുന്നത്. ഇതാണ് കട്ട് ചെയ്യേണ്ടത്. ജെന്യുവൻ ആയിട്ട് ആ കുട്ടി എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തെന്നുള്ള ആ പ്രയോറിറ്റിയും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. ഡിപ്പെൻഡൻസിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ യൂസ് ചെയ്ത ആ എമൗണ്ട് ഓഫ് ലഹരി അടുത്ത വർഷം കുറെ മാസങ്ങൾക്ക് ശേഷം കിട്ടാത്തപ്പോൾ അതിന്റെ ഡോസ് കൂട്ടി, പിന്നെയും യൂസ് ചെയ്തു. അത് ടോളറൻസിൽ പോയി. ആ ടോളറൻസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി മാറി നിൽക്കുമ്പോഴത്തേക്കും സിംറ്റംസ് വരികയാണ്. ആ സിംറ്റംസ് അതിജീവിക്കാൻ വേണ്ടി പിന്നെ അടുത്ത ഡോസ് ഉപയോഗിക്കാതെ ഇവന് പറ്റുന്നില്ല. ഇതിനെയാണ് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് കരുതിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിപ്പെൻഡൻസിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ അവനക്ക് അതില്ലാതെ പറ്റില്ല. ഇപ്പോൾ MDMA കേസിലാണെങ്കിൽ നമ്മളത് സിന്തറ്റിക് എന്ന് പറയുന്നു. അതായത് മെത്തിലിൻ ഡയോക്സി മീഥൈൽ ആംഫെറ്റമിൻ. ഇതൊരു സ്റ്റിമുലൻ്റാണ്. ഈ സ്റ്റിമുലൻറ്റിൻ്റെ വാക്കിന് നോക്കിയത് എക്സ്റ്റസി. അതിന് നമ്മൾ വിളിക്കുന്ന എക്സ്റ്റസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ പരമാനന്ദം അല്ലെ, അതിൻ്റെ ഒരു സുപ്രീം
അതിന് മോളി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുക. എക്സ്റ്റസി എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി ക്ലബ്ബ്, ഡാൻസ് പബ്ബ്, ഇവിടെയൊക്കെ പോകുന്ന എന്താണ് സന്തോഷം അല്ലേ? ഇത് ആദ്യത്തെ ഒരു 1 hour നമ്മൾ കഴിക്കുന്ന സമയത്ത് തുടക്കം കഴിച്ചു, ഒരു 1/2 hour 1 hour നമ്മൾ GI ട്രാക്കിലെടുത്ത് ഈ ബ്ലഡിൽ കയറി അബ്സോർഷൻ, പിന്നെ അങ്ങോട്ട് ഫീൽഡ് മാറാണ്, ഒരു യുഫോറിയയിലേക്ക് പോവുക. ഈ യുഫോറിയ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള സ്റ്റിമുലസ് ആണിത്. നേരെ മറിച്ച് ഈ ഞാൻ ബാക്കിൽ ഇപ്പോൾ കൊക്കൈൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പൗഡർ, സ്നിഫിങ്, സ്നോട്ടിങ്, ഇതെന്താ ഇത് നേരെ കഴിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഹൈ ഡോസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം മുഴുവൻ ഡീറേഞ്ച്ഡ് ആവുക. നമ്മളെ കാർഡിയാക് സിസ്റ്റം സ്റ്റിമുലൻ്റ് ആണ്, ആംഫിറ്റമിൻ ആണ് ഇത്. കാർഡിയാക് സിസ്റ്റം പ്രഷർ കൂടുന്നു, നമ്മുടെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നു, BP ഫ്ലക്ച്വേഷൻ, കാർഡിയാക് അരിത്മിയ, ഹൈ ഡോസിൽ പോയാൽ കാർഡിയാക് ഡെത്ത് വരെ നമുക്ക് സംഭവിക്കാം. ആ ഓവർ ഡോസ്, ആ ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ തുടക്കം തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ വന്ന ചില റിപ്പോർട്ടുകൾ പറഞ്ഞത്, ചില ഡോക്ടർമാരും ഞങ്ങളോട് പറഞ്ഞത്, MDMA ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, അതിൽ നിന്നുള്ള ഡി അഡിക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്പർ 1. നമ്പർ 2, ഒന്നുകിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ഒരു മർഡർ. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ്, സാധ്യതയില്ലേ? അതല്ല, അതിൽ കുറേ വേറെ കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും പോളി സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് പലപ്പോഴും കാണുക. MDMA യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ആ പോളി സബ്സ്റ്റൻസ് അബ്യൂസിന് ശേഷമായിരിക്കാം പിന്നെ MDMA എത്തി. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇത് എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ ലഭ്യമാവുന്ന ഒരു അവസ്ഥയാണ്, ഇതിൻ്റെ അവൈലബിലിറ്റി. ബാക്കിയുള്ള സാധനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കഞ്ചാവ് പലപ്പോഴും ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടക്കുകയായിരിക്കും, അവന് ചിലപ്പോൾ എണീറ്റ് നടക്കാനൊന്നും പറ്റണമെന്നില്ല. ഇവിടെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കിടക്കാനല്ല. ഇപ്പോൾ മയക്കം വന്ന ഒരു റൂമിലിട്ട് ആരോട് മിണ്ടാതെ കിടക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ടാവും. അവരെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് തന്നെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവൻ കഞ്ചാവ് അടിച്ച് അതിനുള്ളിൽ കിടക്കുന്ന ആർക്കും ഉപദ്രവമില്ലാത്ത സൈഡ് അതല്ല. ഇവിടെ വേണ്ടത് സന്തോഷവും ആ സ്റ്റിമുലേഷൻ. അതാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയാൻ കാരണം. ഇതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റം ഒരു സെറട്ടോണിൻ സ്റ്റൈൽ സ്റ്റിമുലസ് ആണ്. അതായത് നമ്മുടെ ഉള്ള കാറ്റക്കോളാമിൻസ് ആണ് കൂടുന്നത്. നമ്മളുടെ ഒരു കുറേ ലോബ് ഉണ്ട്, പ്രീ ഫ്രോണ്ടൽ ലോബ്, ന്യൂക്ലിയസ് ആംബിഗൻസി. നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മുടെ ആനിമൽസും നമ്മളുടെ വ്യത്യാസം, നമ്മൾ തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ചറിയാനുള്ള ആ പക്വത ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞ സിഗ്നൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്റ്റസി ഫേസിലേക്ക് പോവാണ്. ആ പോയിന്റ് ഓഫ് ടൈമിൽ ഒരാൾ വന്നിട്ട് ഇന്റർവീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തി ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വേർതിരിച്ചറിയേണ്ട ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ നഷ്ടപ്പെടുകയാണ്. റൈറ്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർക്ക് കൈ ഉയർത്തിയാൽ മതി. അഭിപ്രായം പറയേണ്ടവർക്കും ഈ അതിഥികൾക്കൊപ്പം നമുക്ക് അഭിപ്രായം പറഞ്ഞു തന്നെ പോകാവുന്നതാണ്. ഞാൻ ജിനുലാലിലേക്ക് പോകുന്നു. ജിനുലാൽ മിസ്റ്റർ ഏഷ്യ പസഫിക് ആണ് അല്ലേ? ജിനുലാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ആ അർത്ഥത്തിൽ ജീവിതം തന്നെ ലഹരിയാണെന്ന് തെളിയിച്ച ഒരുപാട് കായിക താരങ്ങളുണ്ട്. നമുക്ക് കളിയിടങ്ങളോട് ലഹരിയാവാം അല്ലേ? അതേപോലെ ബോഡി ബിൽഡിങ്ങിനോട് ഒരു പാഷനുള്ള ആളാണ് ജിനു. എപ്പോഴെങ്കിലും ഈ സബ്സ്റ്റൻസ് കയ്യിൽ വരികയോ വരാൻ സാധ്യതയുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് ജിനു? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. സ്പോർട്സും ഫിറ്റ്നസും ഒക്കെ ഒരു ലഹരിയാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ എനിക്ക് ആദ്യം ഇതാണ് പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഡോക്ടർ പറഞ്ഞ ഇതേ എക്ടസി കളിക്കളത്തിൽ നിന്ന് നമുക്ക് കിട്ടും, ബോഡി ബിൽഡിംഗിൽ നിന്ന് കിട്ടും. നല്ല ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ വളർന്നാൽ തന്നെ ഒരു ആത്മവിശ്വാസമാണ്. നമുക്ക് വേണ്ടത് ഡോപ്പമിൻ റിലീസ് ആവുക എന്നുള്ളതാണ്. ആ ഡോപ്പമിൻ നമുക്ക് ഫിറ്റ്നസിലൂടെയും സ്പോർട്സിലൂടെയും വായനയിലൂടെയും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇതൊരു ലഹരിയായി കണ്ടിരുന്ന സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മാറി വളരെ ഈസി ആയിട്ട് ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലോട്ട് വന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് ഹാപ്പിനെസ് ആവണം, റീല് കണ്ട് ഫോണിൽ ഹാപ്പിനെസ് ആവണം, അല്ലാണ്ട് അവനവൻ്റെ ശരീരത്തിലൂടെയും മനസ്സും ശരീരവും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഡോപ്പമിനിലോട്ട് കടക്കാൻ ആരും സമയമെടുക്കുന്നില്ല. ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ലൈഫിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു, കോമ്പറ്റീഷന് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ പാരൻസ് ആയാലും സമൂഹമായാലും എല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിൽ, ടാർഗറ്റഡ് മൈൻഡിൽ പോകുന്നു. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഹാപ്പിനെസ് അവർ സ്വന്തമേ തിരഞ്ഞെടുക്കുന്നു. അത് ഈസിയസ്റ്റ് വഴിയായിരിക്കാം. ആ വഴിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് MDMAയും ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ. അപ്പോൾ ജിനുലാലിൻ്റെ അടുത്ത് ഒരാൾ MDMAയുമായിട്ട് എത്തി, കുറച്ചുകൂടി ഒരു ഉന്മേഷമൊക്കെ കിട്ടും ചങ്ങാതി എന്ന് പറഞ്ഞാൽ ആ ബ്രോയോട് എന്ത് പറയും? ഞാൻ പറയും, ഈ പറഞ്ഞ അതേ സയന്റിഫിക്കൽ കാര്യം ഞാൻ പറയും. നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണോ വേണ്ടത്? അതൊരിക്കലും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടേണ്ടതല്ല. അത് ലൈഫ് ലോങ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്പോർട്സ് പോലുള്ള ഫിറ്റ്നസ് പോലുള്ള ആക്ടിവിറ്റിയിലോട്ട് വരും. അത് എന്നും നിലനിർന്ന് കിട്ടും. ഒരു നിമിഷം അല്ലെ ഒരു മണിക്കൂർ മാത്രം കിട്ടേണ്ട ഹാപ്പിനെസ് ആണെങ്കിൽ
നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോകും. കേൾക്കണം കേരളം, കേരളത്തിന്റെ കൗമാരം, കേരളത്തിന്റെ ബാല്യം, കേരളത്തിലെ വിദ്യാർത്ഥികൾ. ഈ ഹാപ്പിനെസ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം എന്നുള്ളത്. നമുക്കിപ്പം ടീച്ചർ കൂടിയുണ്ട്. ടീച്ചർ റിട്ടയർഡ് പ്രിൻസിപ്പളാണോ? ഇപ്പോൾ പ്രിൻസിപ്പളാണ്. ടീച്ചർ കോളേജിൽ ഇതൊക്കെ അടിച്ചിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ടീച്ചറിന്റെ കോളേജിൽ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും എങ്കിലും. പക്ഷെ അറിയേണ്ട ഒരു കാര്യം, ടീച്ചർ നോക്കൂ, ഇതേപോലെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ അവരുടെ എണ്ണം കുറയുകയും ഇൻസ്റ്റൻ്റായ ഹാപ്പിനെസ്, ഇൻസ്റ്റൻ്റായ എക്ടസി, ഇൻസ്റ്റൻ്റായ ഡോപ്പമിൻ റിലീസ്, ഇതാണോ ഈ കുട്ടികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ഐ തിങ്ക് സോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മാറിയോ കാലം? മാറിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പം മണി മേക്കിംഗ് ആയാലും ലഹരി ആയാലും എല്ലാവർക്കും ഒരു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതിനുള്ള ഒരു ഷോർട്ട് കട്ട്സ് മെത്തേഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഈ കുട്ടികളെ വഴക്കു പറയാൻ, അവരെ ഒന്ന് ശാസിക്കാൻ ഇപ്പോൾ ഭയമാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ആളുകൾക്ക് വീട്ടിൽ തന്നെ പറയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കൊച്ചുകുട്ടികളടക്കം പറയും മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് കാണാം. അവരെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഈ കുട്ടികളെ ശാസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കുന്നു. നമ്മളൊന്ന് 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഒന്ന് ശാസിക്കാൻ. ബിക്കോസ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും എല്ലാം നോക്കിയിട്ട്. ആഫ്റ്റർ എഫക്ട് പറഞ്ഞാൽ മനസ്സിലായി. ഞങ്ങളെ പോലുള്ള ചാനൽ പോലുമായിട്ട് വരും എന്നുള്ളതല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്താ അവസ്ഥ? മൊത്തത്തിൽ എന്താ സമൂഹത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു അബൌട്ട് മെനി ഇൻഫ്ലുവൻസസ് ആൻഡ് ഓൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ഇൻഫ്ലുവൻസ് വിച്ച് ഐ ഫീൽ എഫക്ട്സ് എ ലോട്ട് ഈ പൊതുവെ എല്ലാ യങ്ങർ ജനറേഷൻ, ഈവൻ അവർ ഓൾഡർ ജനറേഷൻ ഇസ് ഓൾസോ വെരി ഇൻഫ്ലുവൻസ് ബൈ സോഷ്യൽ മീഡിയ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളിപ്പോൾ എല്ലാ മൂവീസിലും നമ്മൾ ഭയങ്കര ഗ്ലാമറൈസ് ചെയ്തിട്ടാണ് ഈ ആൽക്കഹോളും സ്മോക്കിംഗ് ആൻഡ് ഡ്രഗ് അബ്യൂസ് എവറിത്തിങ് ഇസ് ബീങ് ഷോൺ ഇൻ എ വെരി ഗ്ലാമറസ് വേ. അപ്പോൾ നാച്ചുറൽ ഒരു ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ സ്മോക്കിംഗ് കിൽസ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൻ എന്ന് പറഞ്ഞാലും we look at the bigger picture. So it is very easy for them to get distracted. പിന്നെ പറഞ്ഞ പോലെ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് there is always a constant temptation. How much ever you try, like she said, it's a very difficult journey. If even അവർ മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ മനസ്സിലാക്കാതെ തന്നെ അതിൽ പോയി ചാടി വീഴുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് വിത്ഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനത്തെ കോൺസ്റ്റൻറ്റ് റിസോഴ്സ് അവൈലബിലിറ്റി ഈസ് എ വെരി ബിഗ് കൺസേൺ. പിന്നെ ഈ ഗ്ലാമറസ് ആക്കി നിങ്ങൾ അതിനെ കാണിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഡിസൈഡ് അറ്റ് ദാറ്റ് ഏജ്. അപ്പോൾ ഐ തിങ്ക് യുവർ മൂവ് ഈ സ്കൂളുകളിൽ എത്തണ ഈസ് എ വെരി ഗ്രേറ്റ് ചേഞ്ച് മേക്കർ ഇൻ ദാറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായി കോർഡിനേഷൻ്റെ പ്രവർത്തകരുമുണ്ട്. ഞങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. 9ൽ പഠിക്കുന്ന സഹോദരൻ 6ൽ പഠിക്കുന്ന സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട വാർത്ത ഇന്നലെ കൊച്ചിയിലുണ്ടായി. 9ാം ക്ലാസ്സേ ഉള്ളൂ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയാണ് പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പണ്ട് കാലത്ത് ഇത്തരം വാർത്ത, ഇപ്പോൾ ഇത് തുടർച്ചയായി കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? എങ്ങനെ മാറ്റാം? തീർച്ചയായിട്ടും നമ്മൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി, അതിൽ നിന്നുള്ള മാറ്റം, അത് ശരിക്കും നമുക്ക് ഉപദേശിക്കാൻ, കുട്ടികളെ ഉപദേശിക്കാനുള്ള ഒരാളില്ല. രക്ഷിതാക്കൾക്ക് പോലും നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള അർഹത ഇല്ല എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ പറയുന്നതിന് അതിനെതിരായിട്ടാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത്. അതിപ്പോൾ ഉപയോഗിക്കുന്ന കുട്ടികളായാലും അല്ലാത്ത കുട്ടികളും. ഞാനൊരു ഉദാഹരണം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അപ്പോൾ അവനൊരു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു അടിപിടി കേസ്, അതങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ദിവസം ആ അടി കിട്ടിയ പയ്യൻ്റെ റിലേറ്റീവ് വന്നിട്ട് ഈ പയ്യനെ അടിച്ചപ്പോൾ അവൻ്റെ കാലിൻ്റെ എല്ലും വാരിയെല്ലും കൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും പോലീസ് കേസ് വന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ ഈ പിതാവിന് പോകാൻ ഭയമായപ്പോൾ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. പോയപ്പം ആ സമയത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞങ്ങനെ നൈബറാണ്, വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ്, നല്ല പയ്യനാണ്, അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല, എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചാൽ പിതാവാന്ന് പറഞ്ഞു. എന്നാൽ ഈ പിതാവ് പുറത്തിരിക്കട്ടെ പറഞ്ഞു. എന്നോട് അയാൾ അവരുടെ റെക്കോർഡിൽ കാണിച്ചു തരികയാണ്. 6ാം ക്ലാസ് മുതൽ ആ പയ്യൻ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. 6ാം ക്ലാസ് മുതൽ ഇത് ഉപയോഗിക്കുന്നു. 12 വയസ്സുള്ള പ്രായം. അപ്പൊ നമ്മൾ കാണുന്ന നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളും അവർ സുരക്ഷിതമാണ്, നല്ല പയ്യനാണെന്ന് പറയുന്ന കുട്ടി പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴുള്ള ഭീകര അന്തരീക്ഷം ശരിക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ വേണം ഇവിടുന്ന്. റൈറ്റ്, ഏറ്റവും പ്രസക്തമായ ഭാഗം. നമുക്കിപ്പം ഒരു കുട്ടിയുണ്ട്, ഒരു സ്റ്റുഡൻ്റ് ആണ്. എവിടെ പഠിക്കുന്നത് മോള്? ഞാൻ ഭവൻസിൽ. ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. എക്സൈസ് വകുപ്പിന്റെ വിമുക്തി അടക്കമുള്ളവർ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന പ്രായം 70% 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള വിഷയം. മോളിപ്പോൾ ഏകദേശം ആ പ്രായത്തിൽ നിൽക്കുകയാണ്. മോക്കറിയാമല്ലോ, ഇത്തരം സാധനങ്ങളുടെ പേരുകൾ, കോഡ് നെയിം, സുഹൃത്തുക്കൾ വഴി, ഇൻസ്റ്റാ വഴി, അതേപോലെ മറ്റു റീലുകൾ വഴി ഒക്കെ കേൾക്കുന്നുണ്ട്.
എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക? എങ്ങനെയാണ് മോൾ ഒരു അകലം പാലിക്കുക? നമ്മൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ഈ ലഹരി എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ ഗിവ് അസ് എ പെർമനൻറ്റ് ഹാപ്പിനെസ്. അതൊരു ടെമ്പററി ഹാപ്പിനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു അത്ലീറ്റ് കൂടിയാണ്. ആൻഡ് വാട്ട് ഐ ഫീൽ ഇസ് എനിക്ക് ഈ സ്പോർട്സ് ചെയ്യുമ്പോൾ ഐ ബിക്കം മോർ ഹാപ്പി. നമ്മളൊരു ഇവൻറ്റിന് പോയിട്ട് നമ്മൾ അതിലിപ്പോൾ പ്രൈസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വി ഹാവ് ദാറ്റ് ഹാപ്പിനെസ് ആൻഡ് ദാറ്റ് മോട്ടിവേഷൻ ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. പക്ഷേ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഏജായിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ഞാനിതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കുന്നത് വെച്ചാൽ ഐ തിങ്ക് ഓഫ് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, മൈ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് മൈ ക്ലോസ് ഫാമിലി. എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ആലോചിച്ചിട്ട് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ? ഐ ഹാവ് എ ലോട്ട് ഓഫ് റീസൺസ് ടു ബി ഹാപ്പി നവഡേയ്സ് അല്ല, എപ്പോഴും ഐ ഹാവ് എ ലോട്ട് ഓഫ് റീസൺസ് ടു ബി ഹാപ്പി. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എൻ്റെ സ്പോർട്സ് ആയാലും സ്റ്റഡീസ് ആയാലും എന്തായാലും എനിക്ക് ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ബി ഹാപ്പി. സോ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ആൻഡ് ഇറ്റ് ഈസ് അൺഹെൽത്തി. സോ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനൊരു അകലം പാലിക്കാറുള്ളത്. ഈ കൂട്ടുകാരികളൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂട്ടുകാരികൾ ഇതേപോലെയുള്ള സബ്സ്റ്റൻസുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയുന്നതായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ചിലരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് അറിയാമോ? ഇല്ല, എൻ്റെ ക്ലോസ് സർക്കിൾസിലില്ല. ക്ലോസ് സർക്കിൾസിലില്ല. എന്താ പറയാ, നമ്മളിങ്ങനെ മോളുടെ അടുത്ത് ഒരാള് ഇതേപോലെ പറയാണ്, എന്താണ് നമ്മൾ ആ പറഞ്ഞ സാധനത്തിന്റെ പേര്? ആ പേര് നമുക്ക് മറച്ചു വയ്ക്കാം, കാര്യം ആ പേര് പറഞ്ഞാൽ പിള്ളേർ പോയി അത് ചോദിക്കും. അതുകൊണ്ട് തൽക്കാലം അത് മറച്ചു വയ്ക്കാം. അങ്ങോട്ടൊരു സാധനം ഡാഷ് എന്ന് പറയുന്നൊരു സാധനം അത് പോയി ചോദിച്ചു, അല്ലെങ്കിൽ മോളുടെ അടുത്ത് വന്ന് പറയുന്നു, ഇത് വെച്ചാൽ കുറച്ച് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ കിട്ടും, കുറച്ച് എനർജി ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ മോൾ എന്ത് പറയും? എനിക്ക് ഈ ഉള്ള കോൺഫിഡൻസ് എനർജി ഒക്കെ മതി, അത് ഈ കോൺഫിഡൻസ് ആണ് വേണ്ടത് നമുക്ക്, അല്ലേ? മോളുടെ പേരെന്താണ്? രേണു പറഞ്ഞതുപോലെ ഈ കോൺഫിഡൻസും ഈ ആത്മവിശ്വാസവും ഒക്കെ മതി എനിക്ക് എന്ന് പറയാൻ കഴിയുന്ന കുട്ടികളെയാണ് നമുക്ക് വളർത്തേണ്ടത്. ലഹരി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ആലോചിക്കുന്നു എന്നാണ് രേണു പറഞ്ഞത്. അത് ആലോചിക്കാതെ പോകുമ്പോഴാണ് ഒരു അഫാൻ ജനിക്കുന്നത്, ഒരു ആഷിക്ക് ജനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. താങ്ക് യു രേണു, ദാറ്റ്സ് എ ഗുഡ് കമന്റ്. അപ്പോൾ എങ്ങനെ ചേംബറിന്റെ ലയൺസ് ക്ലബ്ബ് എങ്ങനെ നമുക്ക് ഈ വിപത്തിനെ തടയാം? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അരുണേട്ടൻ പറഞ്ഞ മാതിരി ഇത് വരുന്ന ചെറുപ്പക്കാരിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ആരും ആലോചിക്കുന്നില്ല ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇത്ര ടൈം കിട്ടുന്നത്. ഒരു പ്രോവർബുണ്ട്, എംപ്റ്റി മൈൻഡ് ഈസ് ഡെവിൾസ് ഹൗസ്. പണ്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കളിക്കാൻ പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ടാളും അമ്മയും അച്ഛനും രണ്ടാളും വർക്ക് ചെയ്യിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് കുറേ ടൈം ഉണ്ടാവും. വീട്ടിലെത്തുന്ന ടൈം അറിയില്ല, പോകുന്ന ടൈം അറിയില്ല. അപ്പോൾ ആ ടൈമിൽ ഇവർ ചെയ്യുന്ന മൊബൈലിൽ ഇൻട്രാക്ഷനും കാര്യങ്ങളാണ് കൂടുതൽ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ബാക്കി എല്ലാ ഗ്രാഫുകളും വരുന്നത് ഇവർ ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ വരുമ്പോൾ മൊബൈൽ കൊടുക്കുമ്പോഴും ഈ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴും ഈ ചൈൽഡ്ഹുഡിൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട്. റൈറ്റ്. ഒരു കണക്ക് നമ്മളോട് പറയുന്നത് 1734 ലഹരി കേസുകൾ ലഹരി എക്സൈസ് വകുപ്പിന്റെ കയ്യിൽ വന്നതിൽ 1600 കേസുകളും വരുന്നത് ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നാണ്. 134 കേസുകൾ മാത്രമാണ് കൂട്ടുകുടുംബ ഫാമിലിയിൽ നിന്ന് വരുന്നത് എന്ന ഞെട്ടിക്കുന്നൊരു കണക്ക് കൂടിയുണ്ട്. നമുക്കിപ്പം പണ്ട് കാലത്ത് തൊടിയിലൊക്കെ ഇറങ്ങിപ്പൂവൊക്കെ എറുത്തും കുട്ടികൾക്കൊപ്പം കൂട്ടുകാരിയും ഇൻസ്റ്റന്റ് റീൽസ് ഒന്നും ഇല്ലാതിരുന്ന് ജീവിച്ചിരുന്ന കാലമല്ലേ? ഇപ്പോൾ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഇൻസ്റ്റാ റീൽ ഉണ്ടല്ലോ. റീൽ ചെയ്യാറുണ്ടോ? ഞാൻ ലയൺ വത്സല ഗോപിനാഥാണ്, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ന്യൂക്ലിയർ ഫാമിലിയിലെ പാരൻസും കുട്ടികളുമായിട്ട് വളരെ പാരൻസും കുട്ടികളുമായിട്ട് തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഫോണിൽ കൂടിയാണ് ഊണ് കഴിക്കാൻ വരെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ബന്ധം. ഞങ്ങളുടെ മക്കളുടെ ഒക്കെ പ്രായത്തില് ഫോണിൽ കൂടിയാണോ വിളിക്കുന്നത് മോളെ? വളരെ ഭാഗ്യം അങ്ങനത്തെ കുട്ടികളെ കിട്ടുന്നത്. ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ, എനിക്ക് 6 പേരക്കുട്ടികളുള്ളതാണ്, ഞാൻ എൻ്റെ മക്കളെ 7 മണിയായാൽ എല്ലാവരും പഠിപ്പ് കഴിഞ്ഞ് ടേബിളിന്റെ മുകളിൽ ഇരിക്കുക, അന്നത്തെ സ്കൂളിലെ വിശേഷം, ഹസ്ബൻഡ് ഓഫീസിലെ വിശേഷം എല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ജീവിതം ഓർക്കാൻ പോലും പറ്റില്ല. കുട്ടികൾ തല പൊന്തിക്കാറില്ല ഏത് സമയത്തും. ഇതാ തലീന്നാഴ്ത്തിയിലാണ് ഇരിപ്പ് മൊബൈൽ ഫോണില്. പാരന്റ്സിനെ ഒരിക്കലും പാരന്റ്സ് തന്നെയാണ് സ്ഥിതി. കുട്ടികളുമായിട്ടുള്ള സ്നേഹക്കുറവ് ഇതിലുണ്ട്. എന്തും പറയാനുള്ള നമ്മളെ അടുത്ത് മാഡം ഈ കുഞ്ഞുങ്ങളോട് ഈ കുട്ടികളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരെങ്ങനെ റിയാക്ട് ചെയ്തത്? അയ്യോ അമ്മമ്മ ഞങ്ങൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛമ്മ ഞങ്ങൾ കളിക്കുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. എന്താ ചെയ്യുക അവരോട് പറയുന്നത്? ഒരു ടൈം വെച്ച് കൊടുക്കണം കുട്ടികൾക്ക്. അത് സ്ട്രിക്റ്റ് ആക്കി വേണം.
ഫിക്സഡ് സ്ക്രീൻ ടൈം കൊടുക്കണം. നമ്മൾ അത്ര സമയം അവർ നോക്കിക്കൊണ്ടേ വിരോധമില്ല. അതേ സമയത്ത് രാത്രി റൂം അടച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇതിന് സമ്മതിക്കരുത്. അങ്ങനെ കുട്ടികൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അമ്മൂമ്മ എന്ന നിലയിൽ കുട്ടി സമ്മതിക്കാൻ പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് മരുമോള് സമ്മതിക്കൂ? മരുമോളൊന്നും അക്ഷരമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് അത് അടുത്ത ഒരു തലമുറയെങ്കിലും നമുക്ക് ഈ പിന്നെ ലഹരിയും ലഹളയും ഒന്നും ഇല്ലാത്ത ഒരു തലമുറ വരണമെന്ന് ഞങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അതിന് ഈ റിപ്പോർട്ടർ TV മുൻകൈ എടുത്തതിന് നിങ്ങൾക്ക് ഒരു ഹാറ്റ്. ഓക്കെ, താങ്ക്സ് മാം, താങ്ക്സ് എ ലോട്ട്. ഇതാണ് ഈ കച്ചവടക്കാർ വിചാരിച്ചാൽ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. താങ്കളൊരു കച്ചവടക്കാരാണ്, ഒരു ഫാർമ കമ്പനിയാണ്. അപ്പാർട്ട് ഫ്രം ബീങ് എ ഫാർമ കമ്പനി, ഞാൻ ഇവിടെ പ്രമുഖ സ്കൂളിൻ്റെ ഒരു PTA പ്രസിഡന്റാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള PTA മെമ്പർ കൂടിയാണ്. വിളഞ്ഞ വിത്തുകളാണോ ആ സ്കൂളിലുള്ളത്? അവിടെയും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വാട്ട് വി ഫേസ് ടുഡേ ഈസ് എ സോഷ്യൽ സ്റ്റിഗ്മ. ഒരു കുട്ടി ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡ്രഗോ മേ ബി സിഗരറ്റോ കഞ്ചാവോ ഈവൻ എനിത്തിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാരൻറ്റിന് മനസ്സിലായി കഴിഞ്ഞാൽ ദേ പ്രൊലോങ് ഇറ്റ്. അവർ കുറേ സമയം പ്രൊലോങ് ചെയ്യും, വീട്ടിൽ നിന്ന് സോൾവ് ചെയ്യാൻ നോക്കും. ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ മാറ്റിയിട്ട് ദേ ഷുഡ് സീക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഘട്ടത്തിൽ അവൻ ഒരു സിഗരറ്റോ MDMA സബ്സ്റ്റൻസ് കണ്ടാൽ ആ നിമിഷം ഉപദേശിച്ച് നന്നാക്കാൻ നിൽക്കരുത്. ഇല്ല, വി ഷുഡ് സീക്ക് ഹെൽപ്പ്. ദർ ആർ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ഹെൽപ്പ്. ഒരു നിമിഷം ഞാൻ ഒന്ന് ഈ പറഞ്ഞ പോയിന്റിൽ സന്ദീപിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം. സന്ദീപ്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുടുംബം ആദ്യം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഈ പൊടികളോ അല്ലെങ്കിൽ സിഗരറ്റോ ഒക്കെ കണ്ടെടുത്താൽ ആദ്യം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും. അത് ശരിയാണോ? നന്നാക്കുന്നതിന് മുമ്പേ ആദ്യം നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മൾ തന്നെ അവർക്ക് എക്സാമ്പിൾ ആയിരിക്കണം. ഇപ്പം നമ്മൾ ലഹരി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ലഹരി എപ്പോഴും മദ്യവും പുകയിലയാണ്. ഒരു കുടുംബത്തിൽ അച്ഛനോ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു മദ്യപാനിയാണെന്നിരിക്കട്ടെ, ഈ പറയുന്ന മകൾ തന്നെ അവള് മെച്ചുവേർഡ് അവൾ വളരെ റീസെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവള് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യവും പുകയിലയും ഉണ്ടാക്കുന്ന ലഹരികൾ തലച്ചോറിൽ വെച്ചിട്ട് ഒരുപാട് ക്രൈംസ് നടക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ഇത് നമ്മൾ എക്സാമ്പിൾ ആയിരിക്കണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോട് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ മൊബൈലിൽ റെസ്റ്റ് കൊടുത്ത് കുറച്ച് മാറ്റി വെക്കണം. ഫസ്റ്റ് നമ്മൾ അവർക്ക് എക്സാമ്പിൾ ആയിരിക്കണം. ആദ്യം നമ്മളുടെ ഹെൽത്തിന്, നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എല്ലാ കാര്യങ്ങളും ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാഡം പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളും ഫോൺ യൂസ് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ പോയിന്റ് തന്നെ. നമ്മൾ അവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അവർക്ക് എക്സാമ്പിൾ മാതൃകയായിരിക്കണം, എന്നിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഉപദേശം എന്ന് പറയുന്നത് ഓരോ ആളുടെയും മൈൻഡ് സെറ്റും കൂടി നോക്കണം. അടിച്ചാക്ഷേപിക്കുന്നതും അടിക്കുന്നതും എപ്പോഴും അവർക്ക് ചിലപ്പോൾ വാശി കൂട്ടുകയുള്ളൂ. ഓരോ ജനറേഷൻസിൻ്റെയും ഏജ്, അവർ അഡോളസെന്റ് ഗ്രൂപ്പിലാണെങ്കിലും ഇപ്പോൾ സയൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്, ഞങ്ങൾ ഒരു 10 വർഷം മുമ്പേ ഉള്ള പോലെ തന്നെ അവരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം അവർ ഫിംഗർ ടിപ്സിൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അപ്പം തന്നെ അച്ഛനും അമ്മയും കാണിച്ചു തരും. അച്ഛൻ എന്താ പറഞ്ഞത്, ഇതിൻ്റെ ഡാമേജ് ഇതാണെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ അവര് ചില പോയിന്റ്സ് നമ്മളെക്കാളും കൂടുതൽ അവർക്ക് കിട്ടും. അവർ ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ ഇതിന് ഇൻസൾട്ട് പുകയിലും അച്ഛൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് ക്യാൻസർ ഉണ്ടാക്കും, MDMA ചിലപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാൻ പറ്റില്ല, മോളെ ഇങ്ങനെ എന്നോട് ചോദിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് ടു ആൻസർ ദം. അപ്പോൾ അവർക്ക് ആൻസർ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ ഉപദേശം കൊടുക്കാൻ അർഹത നമുക്കുണ്ടോ എന്ന് എല്ലാവരും അവലോകനം ചെയ്യണം. വണ്ടർഫുൾ പോയിന്റ് സന്ദീപ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നത്, തടയുന്നത്? സോ ബേസിക്കലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പഠിക്കുകയാണോ? ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ആണ്. എൻ്റെ പേര് തനിഷ്മ കുമരേശൻ. ഓക്കെ, ഈ ഒരു ഫോൺ നമ്മൾ കട്ടാക്കുവാണെങ്കിൽ തന്നെ ഐ തിങ്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ചേഞ്ച് വരും. കാരണം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ ഓൺലൈൻ സ്കൂൾ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളുടെ കയ്യിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തെങ്കിലും ഒരു ആക്സസ് വരുന്നുണ്ട്. സോ ആ പോസ്റ്റ് കോവിഡിന് ശേഷമാണ് ഐ തിങ്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അവർക്ക് ഈ ഒരു ഇന്റർനെറ്റ് ആക്സസും അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മാഫിയൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഡീലേഴ്സിൻ്റെ അടുത്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എന്തായാലും ഈ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ വേണം. സോ ആ ഓൺലൈൻ സംഭവം മാറ്റിയിട്ട് ഇപ്പം എന്തായാലും കോവിഡ് ഇല്ല. സോ ആ ഒരു എൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടുന്നത് ഐ തിങ്ക് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് 18-19 സമയത്താണ്. അതുവരെ എൻ്റെ വീട്ടിൽ എനിക്ക് ഫോൺ ആക്സസ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്ക് ഒരു 1 രൂപ കോയിൻ ഉണ്ടാവും എൻ്റെ അച്ഛനെ വിളിക്കാൻ ഏതെങ്കിലും ഫോൺ ബൂത്തുനിന്ന്, അല്ലാണ്ട് വേറെ ഒരു ആക്സസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരു കുട്ടിക്ക് ഫോൺ ഐ തിങ്ക് 2 വയസ്സുള്ള കുട്ടികൾ തന്നെ റീൽസ് എടുക്കാനും അല്ലെങ്കിൽ അത് അവർ പ്രൊമോട്ട് ചെയ്യുന്ന പാരന്റ്സിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫോൺ കട്ട് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ടെംപ്റ്റേഷൻ നിർത്താൻ പറ്റും. എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. കർക്കശക്കാരനായ അച്ഛനാണോ? അല്ല, അയഞ്ഞ അച്ഛനാണോ? ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ചേർത്ത് പിടിച്ചോ. ഞാൻ ആലോചിക്കട്ടെ, രണ്ടടിക്കുന്ന കൂട്ടത്തിലാണോ? ആണോ? രണ്ടടിക്കുന്ന കൂട്ടത്തിലാണോ? കാര്യം നാട്ടുകാർ നാളെ സ്ക്രീൻഷോട്ട് എടുത്തിടും. ഇത് കഴിഞ്ഞില്ല മദ്യവിരുദ്ധ റാലിയിൽ പങ്കെടുത്ത ചേട്ടൻ
ഫോട്ടോ എങ്ങാണ്ട് എടുത്ത് കയ്യിലിരിപ്പുണ്ടെങ്കിൽ പറയരുത്. അല്ല ക്ലൈമറ്റ് കൊണ്ടാണ് സോറി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സംസാരിക്കുന്ന മുമ്പ്. എന്റെ പ്രൊഫഷൻ ഞാൻ ഫോർമർ ചീഫ് ഫിസിയോതെറാപ്പി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് കാര്യം ചോദിച്ചോട്ടെ. ഒരു ഇത് ഓവർ ദ സബ്ജക്റ്റ് ആണ്. അല്ലല്ല, ഡോക്ടർ അരുൺ പിന്നെ പ്രോഗ്രാം ഞാൻ എല്ലാം കാണാറുണ്ട്. ഓക്കെ, ഈ പിന്നെ നമ്മുടെ വയനാടത്തെ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യുമ്പം പലപ്പോഴും ഡോക്ടർ അരുൺ കരഞ്ഞു കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ കാര്യം പറയാൻ പറ്റും? മനുഷ്യരല്ലേ, ഇന്നിപ്പോ കരയേണ്ടി വന്ന ഒരു സന്ദർഭം കൂടി ഇന്നുണ്ടായി. അതും കൂടി ഞാൻ പറയാം. പല പ്രാവശ്യം വൈകാര്യമായിട്ട് പ്രശ്നം വരുമ്പോൾ യുവർ വീപ്പി എന്താ കാര്യം കണ്ണുനീര് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ 3 സന്ദർഭങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഒന്ന് മിനിസ്റ്റർ രാജനുമായി ഞാൻ സംസാരിക്കും. രാജമിനിസ്റ്റർ കരഞ്ഞു. അപ്പം മിനിസ്റ്റർ കരഞ്ഞപ്പോൾ ഞാനിത് കാണുന്നില്ല. കാര്യം മിനിസ്റ്റർ ലത എന്ന് പറയുന്ന ഒരു വയനാട്ടിൽ നിന്ന് ദുരന്തം അനുഭവിച്ചൊരു സ്ത്രീയുടെ കഥ നിങ്ങളിൽ ചിലക്കെങ്കിലും അറിയാം. ലതയുടെ മോതിരം അടുത്തിടെ 2 ദിവസം മുമ്പാണ് നമ്മളുടെ വിട്ട് കൊടുത്തത്. അപ്പോൾ ലത അറിയാതെ അങ്ങ് വിങ്ങിപ്പോയി. ഇത് കണ്ട് ഇത് അവിടെ നിന്ന് കേട്ട് രാജമിനിസ്റ്റർ അവിടെ നിന്ന് കരഞ്ഞു. മിനിസ്റ്റർ കരയുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അപ്പോൾ വളരെ മക്കളെല്ലാം പോയി, ഭർത്താവും മകളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇവർ പറയുന്നത് എനിക്ക് ആ മോതിരം ഒന്ന് തിരിച്ചു കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ഭർത്താവിൻ്റെ മോതിരം ഒന്ന് തിരിച്ചു കിട്ടും. അത്രമേൽ ഭർത്താവിനെ സ്നേഹിച്ച ആളാണ് ലത. ഇത് പറയുന്നത് കേട്ടപ്പോൾ മിനിസ്റ്റർ വിതുമ്പി. മിനിസ്റ്റർ കരയുന്നത് കേട്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞുപോയി. അതൊന്ന്. രണ്ടാമത്തെ ഒരു സന്ദർഭം ഇന്നുണ്ടായി. ഇന്നൊരു ഉമ്മ വന്ന്, ഞാൻ പറഞ്ഞല്ലോ, മുക്കത്ത് വെച്ച് ആൾക്കൂട്ടത്തിൽ നടുവിൽ മോനെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ തിരിഞ്ഞു നിന്നിട്ട് ആ ഉമ്മ പറയാണ്, 8ാം ക്ലാസ് മുതൽ എൻ്റെ മോൻ കഞ്ചാവിനടിമയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവന് 23 വയസ്സായി. എന്നിട്ട് ഒരു വാചകം കൂടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു മകളുണ്ട്, എനിക്കതാ പേടി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വീഴുക. നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ അത് ഹൃദയത്തിൽ തൊടുന്നതായി പോകും. ചില സമയത്ത് നിയന്ത്രണം വിട്ടു പോകും. അത്രേ ഉള്ളൂ. ഡോക്ടർ അരുണിന്റെ ആ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ചാനലില് ഡോക്ടർ അരുൺ എപ്പോൾ സംസാരിക്കുന്നു, കോഫി വിത്ത് അരുൺ കാണാത്ത ആൾക്കാരില്ല. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ പിന്നെ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞു. സ്പോർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമയം കിട്ടും, വളരെ നല്ല കാര്യം. പക്ഷേ സ്പോർട്സിന്റെ ഫൈനൽ എത്തുമ്പം അവര് കോമ്പറ്റീഷനിലേക്ക് പോകുമ്പം തോറ്റ പ്രശ്നം വരാറുണ്ട്. അവർ ചിലപ്പോൾ പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അവരൊരു കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ എപ്പോഴും എക്സസൈസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാവരും എക്സസൈസ് ചെയ്യണം, അതിന് സമയം കിട്ടണം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. നമ്മളൊരു മുത്തശ്ശിയെടുത്ത് കൂടി ഒന്ന് പോയിട്ട് വരാം. നമസ്കാരം. കൊച്ചുമക്കളൊക്കെ ഉണ്ടോ? കൊച്ചുമക്കളില്ല. മക്കളുണ്ടോ? മക്കളുണ്ട്. ഈ മാറ്റം എങ്ങനെയാ കാണുന്നത്? ഈ വായന കുറഞ്ഞു, സ്പോർട്സ് കുറഞ്ഞു, കുട്ടികള് TV, മൊബൈൽ ഫോൺ ഇതിന് അഡിക്റ്റായി. അതാണ് ചെറുതിലേ വായിപ്പിക്കാൻ പഠിപ്പിക്കുക അച്ഛനമ്മമാര്. പണ്ട് ഈ കള്ള്, ചാരായം ഇതൊക്കെയാണല്ലോ നമ്മൾ കേട്ടത്. പിന്നെ കുറെ കാലം കഞ്ചാവ് കേട്ടു. ഇപ്പൊ ഇതൊന്നുമല്ല, പുതിയ പേരുകൾ, നമുക്കൊന്നും അറിയില്ലാത്ത പേരുകൾ ന്യൂസിൽ. ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടോ? കൊച്ചുമക്കളായിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പൊ ആശങ്കയില്ല. പക്ഷേ ആവുന്ന സമയത്ത് കൊച്ചുമക്കളില്ലാത്തത് കൊണ്ട് ആശങ്കയില്ല എന്നാണ് ഒരു മുത്തശ്ശി പറയുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരുടെയും ഒരു ആശങ്കയാണ്. തൊട്ടടുത്ത വീട്ടിലെ ഒരു ആൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത് കഴിച്ചിട്ട് എന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. എനിക്ക് പണിക്കാർ ഉള്ള സമയത്തായിരുന്നു. പണിക്കാരാണ് ബഹളം കേട്ടിട്ട് എന്നെ വിളിച്ചത്. വീട്ടിൽ ബഹളം ഉണ്ടാക്കി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. എന്നിട്ട് അവർക്ക് അമ്മയ്ക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് അവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ഞാനന്ന് വിചാരിച്ചത് ആ കുട്ടി വീട് വിട്ടു പോകുന്ന, പക്ഷെ അല്ല, അവൻ നന്നായി പോലീസിനെ വിളിച്ചു വരുത്തി. അച്ഛനും അമ്മയും അമ്മമ്മയും അവരുടെ മുന്നിൽ വെച്ചിട്ട് പോലീസ് അടിച്ചു, നല്ലൊരു അടി കൊടുത്തു. അതോടുകൂടി അവൻ നന്നായി. ഞങ്ങളുടെ വാർത്തയായിട്ടില്ല. ഇവിടെ മോന്റെ പേരെന്താ? ധനിഷ്ക്. മോന്റെ പേരെന്താ? ഹലീൻ. ഈ സ്കൂളിലൊക്കെ ആൾക്കാർ ഇതേപോലുള്ള സ്റ്റാമ്പ്, ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വന്നാൽ മോൻ എന്തു പറയും? ചോക്ലേറ്റിനകത്ത് ലഹരിയൊക്കെ തന്നാൽ എന്തു പറയും? കംപ്ലൈന്റ് ചെയ്യും. എവിടെ കംപ്ലൈന്റ് ചെയ്യും? ഹെഡ് മാസ്റ്റർ. വെരി ഗുഡ്. ഹെഡ് മാസ്റ്റർ എടുത്ത് കംപ്ലൈന്റ് ചെയ്യും. വണ്ടർഫുൾ. അതിന് പേടിയൊന്നുമില്ല. പിടിച്ച് 2 ഇടി തരും എന്ന് പറഞ്ഞാൽ, നീ ആരെങ്കിലും പറഞ്ഞ ഇടി തരും എന്ന് പറഞ്ഞാൽ എന്ത് പറയും? എനിക്ക് പേടിയില്ല. വെരി ഗുഡ്. നിങ്ങൾ സാറന്മാരെടുത്ത് പറയുമോ ഇങ്ങനെ ആരെങ്കിലും ചോക്ലേറ്റുമായിട്ട് വന്നാൽ? ഉറപ്പായിട്ടും പറയും. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? മോൻ ഏത് ക്ലാസ്സിലാ? 7th. ഈ കുട്ടികളുടെ ധൈര്യം മതി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഉമേഷിലേക്ക് പോയിട്ട് 2 കാര്യങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളുടെ പ്രായം 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. ഈ നിങ്ങളുടെ അടുത്ത് വരുന്ന പോക്സോ കേസുകളാണെങ്കിലും, ലഹരി ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിലും, വയലന്റ് ആയ കേസുകളാണെങ്കിലും, ഈ കുട്ടികളിൽ ഇത് വരുന്നതിനുള്ള കാരണമായി നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ബ്രോക്കൺ ഫാമിലി ഉണ്ടാവാം, നിശ്ചയമായും. അതൊഴിച്ചു നിർത്തിയാൽ എന്തായിരിക്കും? സ്വാതന്ത്ര്യം.
എനിക്ക് 18 വയസ്സായി. ഞങ്ങളിവിടെ ബീച്ചിൽ കയറുമ്പോൾ കുട്ടികളടുത്ത് വന്നാൽ പേര് ചോദിച്ചാൽ പറയാം എനിക്ക് 18 വയസ്സായി എന്നാ. ശരി. 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തെറ്റിദ്ധാരണ വരികയാണ്. സ്വാതന്ത്ര്യം എടുത്തോട്ടെ, തെറ്റൊന്നുമല്ല. പക്ഷേ എന്തും ചെയ്യാനുള്ളതാവരുത്. ആ സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. 47 മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ എത്ര പേർ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊരു നവ സ്വാതന്ത്ര്യ സമരമാണ്. ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് വിദേശ ശക്തികളൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ യുവതയെ, യൂത്തിനെ ആക്രമിക്കുകയാണ്. ഈ യൂത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ടൺ കണക്കിന് ലഹരി മരുന്നുകൾ നമ്മൾ തള്ളിവിടുകയാണ്. ഇതുകൊണ്ട് കിട്ടാവുന്ന ഗുണം പണം സമ്പാദിക്കാനും പറ്റും, ഒരു യൂത്തിനെ നശിപ്പിക്കാനും പറ്റും. ഈ ടെററിസത്തിനെതിരെ നമ്മളൊരു സ്ട്രോങ് ആയി നിൽക്കുന്ന സമയമാണത്. ഈ വീട്ടുകാർ തമ്മിൽ കുട്ടികളുമായിട്ട് ആശയവിനിമയം ഇല്ലാത്തത് ഇത്തരം സബ്സ്റ്റൻസുകളിലേക്ക് കുട്ടികൾ പോകുന്നതിന് കാരണമാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെയുണ്ട്. അതിലേറെ വരുന്നത് പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പ്, കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ. നമ്മൾ ഒരു വീട്, എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല, എൻ്റെ മകൾ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന രീതിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷെ എൻ്റെ മകനും എൻ്റെ മകളും ഒക്കെ ഈ 4 ചുവരുകൾ കടന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും പുറത്തുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അവനും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടി ഓരോ കുട്ടിയെയും നമ്മൾ നോക്കിയേ പറ്റൂ. എന്ന് വെച്ച് ക്യാമറ കണ്ടു വെച്ച് അവരെ പിന്നാലെ കൂടണമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അതേപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഏറ്റവും 10-14 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിക്ക് എത്തുകയാണ്. അതിന് കാരണം കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം ഞാൻ 5ാം ക്ലാസ്സിലൊരു കുട്ടി, ബാലൻസ് കൂടി ഉള്ളതാണല്ലോ അവിടെ, അച്ഛൻ്റെ കൂടെ പോകുന്ന കുട്ടി ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് പേന കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഉണ്ണിമുകുന്ദനാണ്, കൊന്നു കളയുന്നു. നോക്കൂ, ഈ സാധനം ഒരു സിനിമ കണ്ടാൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന പലതിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാൾ മരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ലഹരി കഴിച്ചപ്പോൾ മരിച്ച ആളെ ഈ സമയമായതുകൊണ്ട് ഞങ്ങളെ കുരിശിലേറ്റിയില്ല. മനസ്സിലായി? അപ്പോൾ അല്ലായിരുന്നെങ്കിൽ എല്ലാവരും പോലീസിനെതിരെ കുത്തിക്കയറുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ കൂട്ടമായ അറ്റാക്കിങ്ങിലൂടെ അതുപോലെ നമ്മൾ ഡിമിനിഷ് ചെയ്യാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ രേണുവിൻ്റെ അമ്മ എടുത്ത് വരാം. രേണുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പോയോ? ഇവിടെ ഉണ്ട്. അപ്പോൾ രേണുവിൻ്റെ അമ്മ എടുത്തൊരു ചോദ്യം, അതായത് പേടിയുണ്ടോ? പേടിയില്ല, ഇല്ല. ഈ കാലഘട്ടമാണല്ലോ, പേടിയുണ്ട്. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. വീട്ടിൽ മോളുമായിട്ടൊക്കെ നല്ല ആശയവിനിമയം ഉണ്ടോ? കാര്യങ്ങളെല്ലാം മോള് വീട്ടിൽ വന്ന് പറയൂ? തീർച്ചയായും പറയും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്കൂള് 10ാം ക്ലാസ് ഇപ്പൊ തുടങ്ങിയുള്ളൂ. CBSE ആയതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 10ാം ക്ലാസ് നേരത്തെ തുടങ്ങി. അപ്പൊ അവരുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയത്, കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനമ്മമാർക്ക് എത്ര തിരക്കാണെങ്കിലും അവരോട് അന്ന് ക്ലാസ്സിലും സ്കൂളിലും നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് അടുത്തിരുത്തി പറയണം. അത് നല്ലൊരു ക്ലാസ് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. അങ്ങനെ മോളെടുത്ത് ദേഷ്യപ്പെടാറുണ്ടോ എന്തെങ്കിലും വന്ന് പറയുന്ന സമയത്ത്? ഇല്ല. കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യപ്പെടാറൊന്നുമില്ല. വികൃതികൾ കാണിക്കുമ്പോൾ ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും തല്ലുകയൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. അത് ഞാൻ 80കളിലെ അമ്മ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. 80കളിലെ അമ്മ തന്നെയാണ്. തീർച്ചയായും. അത് സാരമില്ല, കുഴപ്പമില്ലേ. പക്ഷെ ഒരു ശകാരിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് എന്തിനാണ് ഞാൻ തന്നെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് ആള് തന്നെ ഇങ്ങോട്ട് പറയും, ഞാൻ ഇത് ചെയ്തത് കൊണ്ടല്ലേ എന്നെ ഇത് ചെയ്തത്. ഓക്കെ, അപ്പം ചെറിയ രീതിയിലൊക്കെ ഒരു തല്ലൊക്കെ ആവാം. അതെ, തീർച്ചയായും. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാലും. അപ്പൊ നമുക്ക് ഒരു അച്ഛൻ്റെ കൂടി അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഒരു മുത്തശ്ശൻ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടിട്ട് ഒരു കർക്കശക്കാരനായ മുത്തശ്ശനായിട്ട് തോന്നുന്നു. നമസ്കാരം സർ. കൊച്ചുമക്കളൊക്കെ ഉണ്ടോ? കൊച്ചുമക്കളുണ്ട്. എങ്ങനെയാ അവരെ നിയന്ത്രിക്കുന്നത്? അതോ നിയന്ത്രിക്കാൻ പറ്റൂലേ? അല്ല, നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മള് കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയാം അവരടുത്ത്. പിന്നെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യാം. ആണോ? വൈകിയൊക്കെ അവർ എത്താറുണ്ട്. ഫാഷനൊക്കെ കാണുന്നുണ്ട്. മഞ്ചേരി ഭാഗത്തുള്ള കുട്ടികൾ രാത്രി 1 മണിക്കൊക്കെ ഈ ബീച്ചിൽ വന്നിട്ട് ഐശ്വര്യസ് കഴിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അങ്ങനെ കൊച്ചുമോൻ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടക്കാര്
അവരുടെ ലാഭം മാത്രം നോക്കുക. ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. തലമുറ എന്താവും, എങ്ങനെയാവും, രാജ്യം എവിടെ എത്തും എന്ന് നോക്കുന്നില്ല. യുവതനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലഹരി മാഫിയയുടെ ഏക ഉദ്ദേശം. നമുക്ക് എങ്ങനെ ഇതിനെ ചെറുക്കാൻ പറ്റും? ചെറുക്കാൻ പോലീസും എക്സൈസും പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ ഫീൽഡ് ഒരു വല്ലാത്ത ഇതാണ്. ഈ മാർക്കോ സിനിമയൊക്കെ കണ്ടായിരുന്നോ? കണ്ടോ? അങ്ങനെ സിനിമ കണ്ടോ? പുതിയ സിനിമ കണ്ടിട്ടില്ല, റീൽസ് കണ്ടു. റീൽസ് കണ്ടോ? ഓക്കെ, ശരി. മുത്തശ്ശൻ റീൽസിന്റെ ആളാന്ന് തോന്നുന്നു. ഓക്കെ, ബട്ട് കൊള്ളാം. പറഞ്ഞതുപോലെ വേണ്ട സമയത്ത് ശാസിക്കേണ്ടപ്പോൾ ശാസിക്കണം. അതെ, ഈ സിനിമയിലൂടെ സമൂഹത്തിന് നൽകുന്ന ഒരു എന്താ പറയുക സന്ദേശം, ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി എല്ലാത്തിനും ലഹരി വേണം. സന്തോഷം, ദുഃഖം, ഒരു ആഹ്ലാദം, അല്ല എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പണ്ട് ലഹരി കഴിക്കുമായിരുന്നു? ഇല്ല, പണ്ടും കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. ഒരു കൈ കൊടുക്കാം അല്ലേ? അതൊരു മാതൃകയാണ് മുത്തശ്ശൻ. ഇതേവരെ കഴിച്ചിട്ടില്ല. ഇല്ല, ജീവിതമാണ് ലഹരി. ലോറി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും, ലോറി ഡ്രൈവർ ആയിരുന്നു അല്ലേ? എന്നിട്ട് പോലും കഴിച്ചിട്ടില്ല. നോക്കൂ, സമൂഹത്തിൽ ലോറി ഡ്രൈവറായി നമ്മൾ സാധാരണ ലോറി ഡ്രൈവറുടെ കാര്യം പറഞ്ഞിട്ട് ഈ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് രണ്ടടിച്ചിട്ടൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും എന്ന് പറയാറുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങും, അതിന് അടിക്കണമെന്നൊന്നുമില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുക, ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ഇപ്പൊ ചില ആളുകൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ആളുകൾ ഈ MDMA ഒക്കെ കഴിച്ചു പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കറുപ്പ് അടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ പഞ്ചാബീസാണ് കൂടുതൽ. അവര് മറ്റ് സംസ്ഥാനങ്ങൾ ദാബ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ പോലീസോ RTO അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും വരില്ല. കാരണം അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ദാബന്റെ ഉടമ. എന്നിട്ട് ഈ വണ്ടിക്കാർ മുഴുവനും ഈ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റുകളാണ് കൂടുതൽ. അവർ വന്നിട്ട് 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ തമ്പടിക്കും. എന്നിട്ട് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഈ കറുപ്പം തന്നെ സാധനം ഈ ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് വണ്ടിയിലിരുന്ന് ഡ്രൈവ് സീറ്റിൽ ഇരുന്നിട്ട് ഓടിക്കുക. പിന്നെ ആ വണ്ടി സ്വയം നിയന്ത്രിത, ഡ്രൈവർ നിയന്ത്രിക്കല്ല. അങ്ങനെ അപകടങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടു. നമ്മുടെ ഭാഗ്യം കൊണ്ട് ജീവിച്ചു പോയി അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മുത്തശ്ശനും പറഞ്ഞത്. ഞാൻ ഒരാളുടെ അടുത്തൂടെ പോയിരുന്നു. നമ്മൾ ഡെന്റിസ്റ്റ് ഇവിടെയുണ്ട് അല്ലെ? ഡെന്റിസ്റ്റ് അല്ലേ? നമ്മൾ ഈ ചുണ്ടിൻ്റെ അടുത്ത് കറുപ്പ് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിച്ച് വരുന്ന കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? ഇതിന്റെ കളർ മാറിയിട്ടുണ്ടാവും. ആണോ? ചുണ്ടിന്റെയും പല്ലിന്റെയും ആ ഭാഗത്ത് ഗംസിന്റെ. അങ്ങനെ ആരെങ്കിലും വന്നതായിട്ട് ഓർമ്മയിലുണ്ടോ? പേരൊന്നും പറയണ്ട. ഇല്ല, പക്ഷെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിരന്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഈ ഹാൻഡ്സ്, പാൻ പരാഗ്, തീർച്ചയായിട്ടും മുറിവ് ഉണ്ടാവും, ചെറിയ അൾസർ പോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ പഠിക്കുന്നത് എവിടെയാ? സ്കൂളിലാണോ? കല്യാണമൊക്കെ കഴിഞ്ഞു. കുട്ടികളുടെയോ? അത് ശരി. ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ടോ ഈ കൊച്ചു കുട്ടിയുടെ മൊബൈൽ ഫോൺ ഒക്കെ ആയിട്ട് പോകുമ്പോൾ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അച്ഛനമ്മമാർ കൊടുക്കുന്ന സമയം വളരെ കുറവാണ് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോഴിറങ്ങിയ നേരത്തെ പറഞ്ഞു സിനിമകൾ, മാർക്കോ, പിന്നെ ഒരു മുറ എന്ന് പറഞ്ഞൊക്കെ സിനിമ, അതിലൊക്കെ വളരെ വയലൻ്റ് ആയിട്ടുള്ള സീൻസ് ആണുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മളായാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നു, അതിൽ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാണ്. റീഷ, മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പെട്ടിയിൽ നിന്നിരിക്കും പ്ലീസ് മാം, ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക്, അതായത് കുടുംബത്തിലെ ബെഡ്റൂം എന്ന് പറയുന്ന പെട്ടിയിൽ നിന്ന് വാഹനം എന്ന സ്കൂൾ വണ്ടി എന്ന പെട്ടിയിലേക്ക്, അവിടെ നിന്ന് സ്കൂൾ ക്ലാസ് മുറി എന്ന പെട്ടിയിലേക്ക്, പിന്നീട് തിരിച്ച് വീണ്ടും ബസ് എന്ന പെട്ടിയിലേക്ക്, വീണ്ടും തിരിച്ച് ബെഡ്റൂം എന്ന പെട്ടിയിലേക്ക്. ഇങ്ങനെയാണ് കുട്ടികളുടെ യാത്ര. അതിനപ്പുറമുള്ളൊരു ലോകം അവർ കാണുന്നില്ല, അതിനു ചുറ്റുമുള്ള ആനന്ദം അവർ അറിയുന്നില്ല. സ്വാഭാവികമായും ലഹരിക്ക് അടിമപ്പെടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതടക്കം എന്താണ് റീജയ്ക്ക് തോന്നുന്നത്? എന്തായിരിക്കാം ഇത് കൂടി വരുന്നതിൻ്റെ കാരണം? അരുൺജി, നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു ടാഗ് ലൈൻ, പവർഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസായി എനിക്ക് തോന്നിയത് ജീവിതമാണ് ലഹരി. ജീവിതം ലഹരിയാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മറ്റു ഡൈവേർഷനിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എന്നെ സംബന്ധിച്ചിട്ട് ജീവിതം തന്നെ ഒരു ലഹരിയാക്കി കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യം തന്നെ നോക്കിയാൽ മതി. റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി എന്നെ വിളിച്ച് സംസാരിക്കുന്നത് 2 ദിവസം മുന്നെയാണ്. ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ചാനലിൽ എല്ലാ ആൾക്കാരും വളരെ 2 ദിവസം ഉറക്കം പോലും ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനും ഉറങ്ങിയിട്ടില്ല. ആക്ച്വലി ഇന്നലെ രാത്രി മഞ്ഞാന്ന് രാത്രി ഞാനും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇവരുമായിട്ട് ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡുമായിട്ട് ഞാനും ഇങ്ങനെ ഫുൾ ഡിസ്കഷനിലായിരുന്നു. ഇന്നലെ 4 മണി 5 മണിക്കാണ് എൻ്റെ ക്രിയേറ്റീവ്സും മറ്റു സൈഡ്സൊക്കെ ഞാൻ ഓരോരോ ബാസ്ക്കറ്റിൽ ഞാൻ ഡെലിഗേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു 1 hour 2 hour മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. 2 days ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഇപ്പം ഞാൻ 2 ദോശ മാത്രം കഴിച്ചില്ല, ഒരു കോഫിയിലാണ് ഇപ്പോൾ ഓടുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ടയർഡ്നെസ് ഒന്നുമില്ല. ഞാനത് ഇത് ഈ ഒരു പ്രോഗ്രാം എൻ്റെ ലഹരിയായിട്ട്, മാർച്ച് മാസം ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം എൻ്റെ ലഹരിയാണ്.
കാരണം ഈ ഒരു ഇതൊരു ബീച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് ബീച്ചിൽ ഒരുപാട് സിംബോളിക്കായി തുടങ്ങിയ ഒരു പ്രോഗ്രാം ഇന്ന് 4ാം വർഷത്തിൽ നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ഈ ഒരു പെർഫോമൻസ് ഞാൻ അടുത്ത വർഷത്തേക്ക് നമ്മുടെ 5ാം വർഷം ആഘോഷിക്കുമ്പോഴാണ് ഈ ഒരു ആംബിയൻസിൽ ഞാനത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. പക്ഷേ അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നമ്മൾ പോളോ കോലോ പറയുന്നുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം വന്നു ചേരുന്നു. അതേപോലെ ഒരു 2 ദിവസം ഒരു 24 മണിക്കൂർ 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ഒരു തകിടം മറിഞ്ഞ് ഇതിൻ്റെ ഒരു പിക്ചർ തന്നെ മാറിയത്. അതിൽ ഞാൻ റിപ്പോർട്ടർ ടിവിയോടുള്ള ആ ഒരു സ്നേഹവും എല്ലാ ഇതും ആശംസകളും അറിയിക്കുന്നു. പിന്നെ ഈ ദൗത്യത്തിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ നമ്മുടെ ലയൺ ഇൻ്റർനാഷണൽ 318E കാസർഗോഡ് മുതൽ കണ്ണൂരും മാഹിയും വയനാടും കോഴിക്കോടും അടങ്ങുന്ന ഈ ഡിസ്ട്രിക്റ്റ് നമ്മൾ റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ പങ്കുചേരുകയാണ് ഈ ഒരു ദൗത്യത്തിൽ. എല്ലാവരും ഇല്ലേ? ഡിസ്ട്രിക്ട് 318 ലയൺ ലേഡീസ് എല്ലാവരും ഇല്ലേ? നമുക്ക് പങ്കുചേരാം. നമുക്കിതൊരു ക്യാമ്പയിനായി നമുക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ ഇത് നമുക്ക് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ മൾട്ടിപ്പിൾ മുന്നേ നമ്മുടെ PDG വിനീഷ് സർ ഇവിടെയുണ്ട്. ഇദ്ദേഹം നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ്. ഈ ഒരു അല്ലേ നമുക്കൊരു ദൗത്യമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളൊരു ദൗത്യമായി ഏറ്റെടുക്കുന്നതായി ഞാൻ അറിയിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുന്ന. നമസ്കാരം. റീജയ്ക്ക് അത് കുറച്ചും കൂടി സാധിക്കും. കാരണം അടുത്ത വർഷം ഞങ്ങളുടെ വടക്കൻ കേരളത്തിലെ ലയൺസ് ഗവർണർ ആവുന്ന റീജയുടെ ഹസ്ബൻഡാണ് രവി. അപ്പോൾ രവിയും റീജയും കൂടി ലീഡർഷിപ്പിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടപ്പം മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ കുറവ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മദർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് അടി അമ്മയുടെ അടുത്ത് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാനൊക്കെ. പക്ഷെ ആ അടി കൊണ്ട് ഒരിക്കലും നമ്മൾ ചീത്തയായി പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ പോലീസ് ഓഫീസർ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞ പോലെ ഇന്നൊരു കുട്ടിയെ ഒരു ടീച്ചർ ചീത്ത പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല. കുട്ടികളെ വീട്ടിൽ തല്ലിയാൽ അച്ഛനമ്മയ്ക്കെതിരെ കേസ്, ചെറിയ തല്ലുപോലും തല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെയാണോ നമുക്ക് പിഴയ്ക്കുന്നതെന്നറിയില്ല. കാരണം നമ്മളിപ്പോൾ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. മറ്റൊരു കാര്യം, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം ഒരു ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. നിങ്ങൾ MDMA എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക രഞ്ജി, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സംഗതിയാണ് കിട്ടുന്നത്. ഞാനതിപ്പോൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. അതിൽ പറയുന്ന കാര്യം ശരിക്കും ഇപ്പോൾ നമ്മൾ MDMA ഭയങ്കര ഭീകര സംഭവമാണെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്രഗ് ദാറ്റ് ഹാസ് സ്റ്റിമുലന്റ് ആൻഡ് മൈനർ psychedelic properties. It is also known by the street names ecstasy and molly. Uses in therapy. In studies, MDMA has been used in combination with psychotherapy to treat post-traumatic stress disorder. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതിൻ്റെ കേസ് സ്റ്റഡീസും ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാം പ്രത്യേകിച്ച് റിപ്പോർട്ടർ TVക്കൊക്കെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ? എനിക്ക് ഈ സ്നേഹം കിട്ടാതിൻ്റെന്നൊന്നും പറയുന്നതിൽ എനിക്ക് വലിയൊരു തോന്നുന്നില്ല. ഒരു കാര്യമുണ്ട്, ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഞാൻ 8 വർഷം വരെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ആളാണ്, കേരളത്തിലും പുറത്തും NIT ഉൾപ്പെടെ. പക്ഷേ ഇന്ന് പറയുന്നു ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 100 കണക്കിന് കുട്ടികൾ ഡ്രഗ് അഡിക്റ്റാണ്. നമ്മൾ ഒക്കെ പഠിക്കുമ്പോൾ കേൾക്കുക എന്നല്ല, നമ്മൾ ഈ സംഗതി കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിൽ. നമ്മുടെ പോപ്പുലേഷൻ കൂടിയായിരിക്കണം, സ്ട്രെസ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ, ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചെയ്തിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ദിവസം ചേരാൻ പോകുമ്പോൾ എൻ്റെ ഫാദർ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ കൂടെ പോയത്, ഇൻ്റർവ്യൂവിനും പോയത് ചേരാനും പോയത്. പക്ഷെ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. 3 മക്കളേ ഉള്ളൂ. 3 ഉള്ളൂ. പക്ഷേ നമ്മൾ അതുകൊണ്ട് നമ്മൾ ആരും സ്നേഹം കിട്ടുന്നില്ല. പക്ഷെ സ്നേഹിക്കേണ്ട സമയത്ത് അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഇത്രയും സ്ട്രെസ്സില്ല. അപ്പോൾ അച്ഛൻ പറയുന്നത് അത് കിട്ടും മോനെ എന്ന് പറയുന്നത്. ഇന്ന് കിട്ടും മോനെ എന്നല്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് പേടിയാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ള പാരന്റ് കുട്ടിയെ സ്ട്രെസ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്ട്രെസ് നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടുമ്പോൾ അവർ പോകുന്നു. പക്ഷെ അതെന്തുകൊണ്ട് പാരന്റ്സ് പറയേണ്ടി വരുന്നു? കാരണം ചുറ്റുപാടും നരയിക്കുന്ന കുട്ടികളെ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പലർക്കും നിലവിൽ വരുന്നു. ഇന്നതായില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികൾക്ക് ഭയം വരുന്നു. എങ്ങനെയെങ്കിലും ജീവിതത്തിന് ഒരു സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനങ്ങൾക്ക് അവർ അടിമപ്പെടുന്നു. പ്രത്യേകിച്ച് ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇതിൽ കാണുന്നത്. നമുക്ക് സിറാജുദ്ദീൻ ഇല്ലത്തൊടിയുണ്ട്. സിറാജുദ്ദീൻ, നേരത്തെ പറയായിരുന്നു, നമ്മുടെ കടക്കാർ വിചാരിച്ചാൽ, നമ്മുടെ വ്യാപാരികൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ അറുതി വരുത്താൻ പറ്റും. കാര്യം നിങ്ങൾ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിങ്ങളുടെ ഒരു കണ്ണുണ്ട്. അവിടെ വിൽക്കുന്ന സാധനം എന്താണെന്ന് എങ്ങനെയാണെങ്കിലും നിങ്ങൾ അറിയും. നിങ്ങളുടെ അറിവിൽ പെട്ടാൽ നമുക്കിനി എന്താ ചെയ്യാൻ കഴിയുക?
തീർച്ചയായിട്ടും ഞാൻ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഒരു കോയിൻസിഡൻസ് എന്ന് പറയാം. റിപ്പോർട്ടർ ബജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ ബജറ്റിൽ ഡ്രഗ്സിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിന് ഡി അഡിക്ഷൻ സെൻ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ബജറ്റിൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കാലിക്കറ്റ് ചേംബറാണ്. അന്ന് റിപ്പോർട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഞാനത് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമൂഹം നന്നായാൽ മാത്രമേ കൃത്യമായിട്ട് സംരംഭകർക്ക് സ്കോപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന വിഭാഗമാണ്. ഇവിടെ വികസനം വരണം, തീർച്ചയായിട്ടും സമൂഹം നന്നാവണം. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ 20-ൽ കൂടുതൽ സംഘടനകളെ ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് സംസ്ഥാന അന്നത്തെ IG സേതുരാമൻ സാറിൻ്റെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. ഡ്രഗ് ഫ്രീ കേരള. സംസ്ഥാന ഗവർണറാണ് അതിന് ലോഗോ പ്രകാശനം ചെയ്തത്. വളരെ കൃത്യമായിട്ട് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ ഇവിടെ നിന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാഴ്ച മുൻപാണ് ADGP വിജയൻ സാറ് ഞങ്ങളുടെ ഡ്രഗ്സ് ഫ്രീ കേരളയുടെ ക്യാമ്പയിൻ ഇനാഗുറേഷൻ ചെയ്തത്. മാത്രമല്ല കാലിക്കറ്റ്, മലപ്പുറം ഈ 2 ഡിസ്ട്രിക്റ്റിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, റിപ്പോർട്ടർ തിരഞ്ഞെടുത്തത് മോശമായിട്ടില്ല. കാരണം 2-3 സ്ഥാനത്ത് കേസിൽ നിൽക്കുന്ന ജില്ലകളാണ്. കേരളത്തിൽ നോക്കുമ്പോൾ എറണാകുളം കഴിഞ്ഞാൽ 2-3 സ്ഥാനം വരുന്നത് കാലിക്കറ്റും മലപ്പുറമാണ്. ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ ഒരിക്കൽ വിസിറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടുത്തെ വാർഡൻ പറയുന്നത് 100-ൽ കൂടുതൽ കുട്ടികൾ ഫുള്ളി അഡിക്റ്റഡ് ഡ്രഗ്സ് ആണ്. അവർ ഒക്കേഷണൽ ഡ്രഗ് യൂസേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്. 100-ൽ കൂടുതൽ കുട്ടികൾ ഫുള്ളി അഡിക്റ്റഡ് ഡ്രഗ്സ്, അവർ ഹോസ്റ്റലിൽ മാത്രം ഡ്രഗ് അടിച്ചിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നു. അത്രയും ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് ഈ ജില്ലയിലും സമീപ ജില്ലകളും ഉള്ളത്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ശരിക്ക് പോലീസിനെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഇത് കഴിഞ്ഞുപോയി. സമൂഹം ഒറ്റക്കെട്ടായിട്ട് റിപ്പോർട്ടർ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാര്യം ഇതൊരു വലിയ ഇനീഷ്യേറ്റീവാണ് റിപ്പോർട്ടർ എടുക്കുന്നത്. ഇത് കേരളത്തിൽ ബാക്കിയുള്ള എല്ലാ ഞങ്ങൾ ഇന്ന് പരസ്യങ്ങൾ വളരെ കുറച്ച് യൂസ് ചെയ്തുള്ളൂ. 1 മണിക്കൂറിൽ ഒരു പരസ്യം. ഇതുവരെയും നമ്മൾ ഏകദേശം 1 മണിക്കൂർ പിന്നിടാൻ പോവുകയാണ്. ഒരൊറ്റ പരസ്യം പോലും നമ്മൾ എടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രൈം ടൈമാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സമയമാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സമയമാണ്. പക്ഷേ വലിയ നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ആ നഷ്ടത്തിനേക്കാളും വലിയ നഷ്ടമാണ് ഓരോ വീടുകളിലും സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മറ്റെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ രാവിലെ 6:45 തുടങ്ങിയ യാത്രയാണ്. വെയിൽ കൊണ്ട് ഞങ്ങൾ സാധാരണ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്നാണ് ഇത്തരം ചർച്ചകളൊക്കെ നയിക്കുന്നത്. പക്ഷേ നല്ല വെയിലത്ത് ഈ നോമ്പ് മാസത്തിൽ ഒരുപാട് പേര് വെയിലത്ത് കാത്തുനിന്ന മനുഷ്യർക്കൊപ്പമാണ് ഈ യാത്ര. അത് നിങ്ങളെ കൂടി തേടിയുള്ള യാത്രയായിരുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കാനും. സിറാജുദ്ദീൻ എന്തായാലും സിറാജുദ്ദീൻ പറഞ്ഞ വാലിഡ് പോയിൻ്റാണ്. ആ അർത്ഥത്തിൽ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആണെങ്കിലും നടത്തുന്ന നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും റിപ്പോർട്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. താങ്ക്സ് എ ലോട്ട് സിറാജുദ്ദീൻ. എങ്ങനെയാണ് നമ്മൾ ഈ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യേണ്ടത്? യു ബിലോങ് ടു എ ന്യൂ ജനറേഷൻ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു തിങ്കിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നം, നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ച്വലി നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് വർക്ക് ചെയ്തു തുടങ്ങേണ്ടത്. അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഈ മുഖ്യമന്ത്രി പറഞ്ഞ പോലത്തെ ഒരു ബോക്സിൽ നിന്ന് മറ്റൊരു ബോക്സിലേക്ക് ഇവിടെ കളിക്കുള്ള പ്രാധാന്യം വളരെ കുറവാണ്. കളിച്ച് എനർജി ബസ്റ്റ് ചെയ്യണം. അതൊരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ്. അപ്പം കളി എവിടെയുമില്ല. അതായത് തിങ്കിങ് സ്കിൽസ്, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത് ABCD പഠിപ്പിക്കുകയാണ്. അപ്പം എഡ്യൂക്കേഷനാണ് മാറ്റേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കണം. നമുക്ക് ഫ്രീ അൺസ്ട്രക്ചേർഡ് ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലമില്ല. ഇപ്പം കോഴിക്കോടാണെങ്കിൽ നമ്മുടെ ലയൺസ് പാർക്ക് ഉണ്ടായിരുന്നത് അതുപോലും ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു കുട്ടികൾക്ക് എല്ലാം സ്ട്രക്ചേർഡ് ഗെയിംസ് ആണ്. ഇപ്പോൾ കളിക്കാനാണെങ്കിൽ അവരുടെ എനർജി ബസ്റ്റ് ചെയ്യണമെങ്കിലും ഒരു സ്പോർട്സിനാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. അവിടെ സ്ട്രക്ചർ ഉണ്ട്, റൂൾസ് ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ട പോലെ കളിക്കാനൊരു കളിയിടമില്ല. യെസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൈതാനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്ത് ചെയ്യും നമ്മൾ? ഇന്നലെ റീജ എന്നോട് ഇങ്ങനെ റിപ്പോർട്ടർ TV ചാനലിൻ്റെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ തീം നോ ഡ്രഗ്സ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് യൂട്യൂബിൽ എളമക്കരയിൽ താമസിക്കുന്ന ഒരു കുട്ടി രാത്രി സമയത്ത് സൈക്കിൾ ഓടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി MDMA വാങ്ങി തിരിച്ചു വന്ന് അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് റീജ ഇത് വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വേണ്ടില്ല, ഈ പ്രോഗ്രാമിന് എന്തായാലും പങ്കെടുക്കണം. ഇതൊരു നല്ലൊരു സംരംഭമാണ് റിപ്പോർട്ടർ TVയുടെ. ഞാൻ കെമിസ്ട്രി ടീച്ചറാണ്. 10th ആണ് പഠിപ്പിക്കുന്നത്. എൻ്റെ സബ്ജക്റ്റിൽ 4th ലെസൺ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആണ്. അതിൽ നമ്മൾ എഥനോൾ പഠിപ്പിക്കുന്നുണ്ട്. ആൽക്കഹോളാണ്. സ്വാഭാവികമായി അത് പഠിപ്പിക്കുമ്പോൾ
ചെറിയൊരു പേടി ഉണ്ട്. ആ ഒരു 10th കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ, എഥനോൾ ആൻഡ് യൂസസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ഞാൻ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ അഡ്വാൻറ്റേജസ് അധികം പഠിക്കണ്ട, ഡിസഡ്വാൻറ്റേജസ് നന്നായി നോക്കണം എന്ന് പറയും. അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, മാം എഥനോളൊക്കെ ഇപ്പം മാന്യനാണ്, ഇപ്പം MDMA കാലമാണ്. അതാണ് എഥനോളൊക്കെ ഇപ്പൊ ഒരു മാന്യനായി, ആൽക്കഹോളൊക്കെ ആൽക്കഹോൾ മാന്യനായി, കഞ്ചാവ് മാന്യനായി. അപകടം പിടിച്ച പരിപാടിയാണ്. അതാണ് പറഞ്ഞത്. എൻ്റെ മൂത്ത മകളുടെ കല്യാണം ഇങ്ങനെ നിശ്ചയത്തിന് ജസ്റ്റ് മുമ്പേ കാണലുണ്ടായി. അപ്പോൾ എൻ്റെ സണ്ണിൻലോ രോഹിത് ആദ്യമായിട്ട് അവളെ കണ്ടപ്പം ചോദിച്ചു, ഡു യു ഡ്രിങ്ക് എന്ന് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞു, നോ ഐ ഡോണ്ട്. ഇറ്റ്സ് സ്ട്രേഞ്ച്, ഇറ്റ്സ് സർപ്രൈസിങ്. ഇന്നത്തെ കാലത്ത് ഡ്രിങ്ക്സ് എടുക്കില്ലേ, അപ്പോൾ ഹൗ വിൽ യു ഗെറ്റ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹൈ എന്ന് ചോദിച്ചു. എൻ്റെ മോൾ ഒരു ഡാൻസറാണ്. അപ്പം ജിമ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോള് പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് എ പെഗ് ടു ഗെറ്റ് ഹൈ, 10 minutes of dance is enough. വണ്ടർഫുൾ. ഒരു പെഗ് വേണ്ട, 10 മിനിറ്റ് നൃത്തം മതി, എനിക്ക് മതി എന്ന്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം സാർ പറഞ്ഞപ്പം എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വണ്ടർഫുൾ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് കോട്ട് ആസ് വെൽ. താങ്ക് യു. നമുക്കൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സലീം അല്ലേ? ഓക്കെ സലീം, നമ്മൾ വിചാരിച്ചാൽ ഇത് പിടിമുറിക്കാൻ സാധിക്കില്ലേ നമുക്ക് ഇവരുടെ മേൽ? തീർച്ചയായിട്ടും. ഇത് കേരളം ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്നതല്ല വിഷയം. ശരിക്ക് കേരളം ഉണ്ടായിരിക്കലാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ ഇന്ന് കാണിച്ച ഈ മാധ്യമധർമ്മം ഇതാണ് സമൂഹത്തിലെ ഏറ്റവും വലുത്. കാരണം ഇതുപോലെ ആയിരിക്കാം മാധ്യമങ്ങൾ. കേരളം ആര് ഭരിച്ചാലും വിഷയമല്ല, പക്ഷെ കേരളം ഉണ്ടായിരിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രോഗി ഉണ്ടാവുന്നതിന് മുന്നേ രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. ഈ മരുന്ന് എവിടെ നിന്ന് വരുന്നോ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള മാർഗ്ഗം നമ്മൾ തേടണം. ഇതിൻ്റെ അന്വേഷണം മാക്സിമം, ഞാനിവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസിനെ കുറ്റപ്പെടുത്തുകയല്ല, ഇതിൻ്റെ അന്വേഷണം മാക്സിമം ബാംഗ്ലൂർ വരെ എത്തുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് എന്താവും എന്നുള്ള യാതൊരു വിവരവുമില്ല. അപ്പോൾ ഈ രാജ്യം, നമ്മൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്ന് പോരാടിക്കൊണ്ട് പഴയ രീതിക്ക് തിരിച്ചു കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയതുപോലെ തന്നെ ഈ മഹാമാരി, ഈ മയക്കുമരുന്ന് നമ്മൾ ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഇതിൽ നിന്ന് മുക്തിയാക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം. അവിടെ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് മഞ്ചേരി വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിൻ്റെ വലിയ ഒരു പങ്കുണ്ടായിരുന്നു, കൊടുവള്ളിയിലുണ്ടായിരുന്നു, താമരശ്ശേരിയിലുണ്ടായിരുന്നു. കേരളത്തിൽ 4000-ഓളം യൂണിറ്റുകളിൽ ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സന്ദേശ ജ്വാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായികളെ അങ്ങാടിയെ വെളുപ്പിക്കുന്നവരാണ്, അങ്ങാടികളെ വെളിച്ചം നൽകുന്നവരാണ്. വൈകുന്നേരം വെളിച്ചം നൽകിക്കൊണ്ട് ഈ അങ്ങാടിയെ ശോഭിപ്പിക്കുന്നവരാണ് വ്യാപാരികൾ എന്നും ഇതോടൊപ്പം ഈ മഹാനാശത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പറയാനാണ്. വെരി ഗുഡ് സലീം, അത് വലിയൊരു ഓഫറാണ്. കാര്യം നിങ്ങൾ വിചാരിച്ചാൽ അത് സാധ്യമാണ്. മുക്കിലും മൂലയിലുമുള്ള കടകളിൽ ഒക്കെ സംഭവിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഞാൻ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഒരു വിപത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം. നിങ്ങൾ പറഞ്ഞത് ആളുകൾ കേട്ടില്ല, പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ബോധ്യമായി. ഇപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ രീതിയിൽ തന്നെ നമ്മുടെ അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നു. മക്കളെ എന്തൊക്കെയോ പ്രതീക്ഷകളോടെ എവിടെയോ എത്തണം എന്നുള്ള രൂപത്തിൽ മക്കളെ വളർത്തിയപ്പം അവരെ പുറം ലോകത്തേക്ക് വിടാതെ ഒന്ന് കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വളർത്തിയപ്പോൾ പുറത്ത് നടക്കുന്നത് അറിയാത്ത അത് വന്നപ്പോൾ ഇന്നത്തെ ന്യൂജൻ ഒരു ചേഞ്ചിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ പഴയതൊന്നും പോരാ, പുതിയതിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് ഇതിൽ ഇവരെ ലഹരിയുടെ ഈ മാരക വിപത്തിലേക്ക് എത്തിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ റിപ്പോർട്ടർ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഇത് എല്ലാവരും സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്താൽ ഇത് വിജയം വരിക്കാൻ സാധിക്കും. നാളത്തെ ഈ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു അടുത്ത തലമുറ നമുക്കൊന്നിനും പറ്റാത്ത ഒരു തലമുറയായി ഇതൊരു നാശത്തിന്റെ തുടക്കമായി മാറാനാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കപ്പോൾ ഒരു ടീച്ചർ കൂടിയുണ്ട്, ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കണം. ടീച്ചർ, you are a doctor as well. Okay. I'm a gynecologist. Gynecologist ആണ്. കുട്ടികൾ, പേരക്കുട്ടികൾ ഇവരൊക്കെ ഉണ്ടോ? കുട്ടികളുണ്ട്, പേരക്കുട്ടികളില്ല. കുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് ഇതൊക്കെ വലിയ ഭീഷണിയായിരുന്നോ അക്കാലത്ത്, അതോ ഇപ്പോഴാണോ കൂടുതൽ? ഇപ്പോഴാണ് കൂടുതൽ. അക്കാലത്ത് അത്ര വലിയ ഭീഷണി ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?
തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആസ് എ ഡോക്ടർ ഞാൻ ഈ അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ അവിടെ ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഡ്രഗ് അവയർനെസ്സും കൊടുക്കണമെന്ന്. അതിന് പുറമെ നമ്മുടെ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡ്രഗ് അവയർനെസ് ഒരു പോർട്ട്ഫോളിയോ ആണ്. അത് ചെയ്യണം. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഡ്രഗ് അവയർനെസ് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു 5-6 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ആർ ഓൾറെഡി ഡൂയിങ് അവർ ബിറ്റ്. ഈ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം കുറച്ചുകൂടി സ്മൂത്താക്കാൻ എന്താ പറ്റുക? അതിന് തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പാരൻസ് കുറക്കണം. എന്നിട്ട് കൂടുതൽ കുട്ടികളോട് സംഭാഷണം. അതെ, കുട്ടികൾക്ക് കൊടുക്കുന്നില്ലെങ്കിലും കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് ഇവർ മൊബൈൽ ഫോണിലാണല്ലോ പാരൻസ്. അതാണ് അവിടെയാണ് പ്രോബ്ലം വരുന്നത്. സർ, എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു? തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിൽ ജനിച്ച് ജീവിച്ച ആളുകളായി മാറിയിരുന്നു നമ്മൾ. കാരണം നാട്ടിലെ റോഡിൻ്റെ പ്രവർത്തനം മുതൽ അയൽവാസി പട്ടിണി കിടക്കുന്നിടത്ത് വരെ നമ്മളെ പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്തേ ജമീല ഇനി കറി ഉണ്ടാക്കിയില്ല, എൻ്റെ മകൻക്ക് കറി വേണമെന്ന് ചോദിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ആ നന്മ നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വിപത്ത് നമ്മളെ കയറി പിടിച്ചത്. ഇത് അന്ന് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, സ്നേഹിക്കണം, സ്നേഹിക്കുമ്പോൾ മനസ്സും കൂടെ കൊടുക്കണം. ഇത് നഷ്ടപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? കുട്ടികൾക്ക് വലിയ കലാലയങ്ങൾക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ സ്കൂളിൽ വിട്ടുപോയി പറമ്പിൽ വന്നു ഒരു വയൽക്കരയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി കളിച്ചിരുന്ന ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയപ്പം ഇത്ര വിപത്ത് വന്നു നമ്മളെ കയറി പിടിക്കാൻ തുടങ്ങി. ഇതല്ല ശരി. ഇതുകൊണ്ട് നിങ്ങൾ വീണ്ടും പഴയ കാലഘട്ടത്തിലെ കല്യാണ വീടുകൾ നമ്മൾ കാണണം. അന്ന് ഒരുമിച്ച് ഒരു ഉത്സവമാക്കിയ കല്യാണ വീടുകളുണ്ടായിരുന്നു. ആ നഷ്ടപ്പെടൽ നമുക്ക് വലിയൊരു വേദന നൽകി. അതൊക്കെയാണ് നമ്മളിവിടെ നമുക്ക് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് എത്തിക്കേണ്ടത്. അതായത് ഒത്തുചേരുന്ന ഇടങ്ങൾ കുറഞ്ഞുപോയി. അതുപോലെ സത്യമാണ്. ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പെട്ടിയിലേക്ക് ചുരുങ്ങി പറമ്പിലേക്ക് വരണം. പെട്ടിയിൽ നിന്ന് പറമ്പിലേക്ക് വരണം. അപ്പോഴേ നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങൾ വന്നൊരു മഹത്തമായ ഇവർ പ്രവർത്തനത്തിൽ കോർഡിനേഷൻ എപ്പോഴും നല്ല മേഖലയിലാണ്. നമ്മൾ അരീക്കാട് മേഖല 40, 41, 42 3 വാർഡുകൾ ചേർത്തിക്കൊണ്ടാണ് റെസിഡൻസ് കോർഡിനേഷൻ. 44 റെസിഡൻസ് ആണ് നമ്മളെ കീഴിലുള്ള. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. നമ്മൾ ഒട്ടനവധി പ്രവർത്തനം നടക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ചോറ് വിളമ്പി വെച്ച ആ ചോറ് താഴെ വെച്ചിട്ട് ചുറ്റുഭാഗം നടക്കുന്ന കുട്ടിയെ കണ്ടു ഞാൻ. കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മ മകനെ വിളിച്ച സമയത്ത് വാട്സപ്പിൽ കഴി കഴുകാൻ പോയപ്പം ഗ്ലാസ്സിൽ മുഖം കണ്ടപ്പോൾ ആ ഗ്ലാസ് എറിഞ്ഞൊടിച്ച മകനെ കണ്ടു ഞാൻ. ഒരുപാട് വേദനിക്കുന്ന മുഖങ്ങളെ ഉമ്മമാരെയും അച്ഛനെയും അമ്മമാരെയും കണ്ടു ഞാൻ ഈ ചെറുപ്പകാലഘട്ടത്തിൻ്റെ ഉള്ളിൽ. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വലിയ വിപത്തിനെ ഏത് രീതിയിൽ നേരിടാം, അതിനുവേണ്ടി ജനകീയമായി കുട്ടികളെ ചേർത്ത് പിടിക്കാനും വേണ്ടി നിങ്ങളുമായി ഞങ്ങൾ കൈകോർക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളോടും നമുക്കുള്ള ആ ഒരു അഭ്യർത്ഥനയും അതാണ്. തീർച്ചയായിട്ടും നമ്മൾ വരണം. ഞാൻ വരാം സാർ, പ്ലീസ്. സാർ, എനിക്ക് പറയാനുള്ളത് APJ അബ്ദുൽ കലാം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ 3ാം തലമുറ അവരുടെ ഇൻ്റലിജൻസ് പിടിച്ചാൽ കിട്ടില്ല എന്നാണ്. വളരുന്ന തലമുറയാണെന്ന് ലോകരാഷ്ട്രങ്ങളത് നോക്കി കാണുന്നുണ്ട്. ഈ മയക്കുമരുന്നും ആ രൂപത്തിലേക്കാണ് ഞാൻ കാണുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ മുഴുവൻ ലഹരി പദാർത്ഥങ്ങൾ നിരന്തരം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളത്. അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടാണ് നമ്മൾ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ശമ്പളം വാങ്ങുന്നത്. ആ കാശ് എടുത്തിട്ട് ബോധവൽക്കരണം നടത്തുന്നില്ല വിരോധാഭാസം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. മദ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യെസ്, അതെന്നെ പറയുന്നത്. 2, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നാദാപുരത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേമാതിരി സ്റ്റാമ്പ് പിടിച്ചു. കൂടുതൽ സ്റ്റാമ്പ് പിടിച്ചിരുന്നു. അന്ന് അറിയില്ല, 2-3 വർഷം മുമ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇയാൾ പോക്കറ്റിലിട്ട് ഇയാൾ വീട്ടിൽ പോയപ്പോൾ നായ കുരയ്ക്കുകയാണ്. സ്വന്തം വളർത്തു നായ. അതിൻ്റെ നാവിലേക്കൊന്ന് വെച്ചു കൊടുത്തു. ആ നായ ഉറക്കം ഉണർന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ സ്റ്റാമ്പ് എന്ന ഈ മാരകായുധം എത്തുകയാണെങ്കിൽ അതിൻ്റെ വിപത്ത് എത്രത്തോളമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 സർ, ഉമേഷ് സാർ ഇവിടെ പറഞ്ഞു പോലീസിന് ഒരു പരിധിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കോഴിക്കോട് കേരളത്തിൽ ആദ്യമായിട്ട് ബീവറേജ് അടച്ചു പൂട്ടിയതിൽ നേതൃത്വം കൊടുത്ത ഒരാളെ ഞാൻ. നാട്ടുകാർ നോക്കി വെച്ചിട്ടുണ്ട്. നാട്ടുകാർ നോക്കി വെക്കൽ. ആ ബീവറേജ് ഇന്നും തുടങ്ങിയിട്ടില്ല. വട്ടാമ്പോയിൽ ബീവറേജ് ഇന്നും ആ ബീവറേജ് അവിടെ ഇല്ല. 11 ദിവസം ഉപവാസം നടത്തി ഞങ്ങളുടെ ടീം. അടച്ചുപൂട്ടി. അന്ന് വയലൻസ് ആയിട്ടാണ്. ഉമേഷ് സാറിനൊക്കെ അറിയാം ഏകദേശം. ഉമേഷ് സാർ പറഞ്ഞ ഒരു വാചകത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം പോലീസിങ് നന്നാണ്, നിങ്ങൾ പോലീസ്, പക്ഷേ ഇൻ്റലിജൻസും ബാക്കിയുള്ള കാര്യങ്ങളും കേരളത്തിൽ പരാജയം തന്നെയാണ്. കാരണം ഞാൻ പലപ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ നിരന്തരം ബന്ധമുണ്ട്. അവരൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ വിളിക്കുമായിരുന്നു, എന്തെങ്കിലും ന്യൂസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ അവർ വിളിക്കുന്നില്ല. കാരണം പോലീസും അവിടെ കിടക്കുകയാണ്. എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അതിൻ്റെ റിയാക്ഷനാണ് അവർക്ക് തോന്നുന്നത്.
അപ്പോൾ പോലീസിങ് നിർബന്ധമാക്കണം. പിന്നെ അമ്മമാരോട് പറയാനുള്ളത് 10 മണിക്ക് തൻ്റെ മകൻ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ വാതിൽ അടച്ചാളണം. എൻ്റെ മകനെ വരെ പറയാം, അയാൾക്ക് ഉറങ്ങുന്നത് 2 മണിക്കാ. യൂത്ത് ഉറങ്ങുന്നത് 2 മണിക്കാണ്. അതുവരെ മൊബൈലിൽ കളിച്ചിരിക്കുക. ഇവിടെ 1-2 ആളുകൾ പറഞ്ഞു മൊബൈൽ മാറ്റി നിർത്തിയാൽ ഇതിന് ശമനം കിട്ടുമെന്ന്. പക്ഷെ ടെക്നോളജി വിജയിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. വിദ്യാർത്ഥികൾക്കും അധ്യാപകരും പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പോലും ഉത്തരം പോലും ടീച്ചർ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ മൊബൈലിൽ കുത്തിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ സാറ് റെസിഡൻസ് അസോസിയേഷൻ ശക്തമായി ഇറങ്ങുക. ശക്തമായിട്ട് ഇറങ്ങിയിട്ട് അമ്മമാരുടെ നേതൃത്വത്തിൽ ഒരു കേരളം മുഴുവൻ, നേരത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ മനുഷ്യച്ചങ്ങലയൊക്കെ പിടിക്കല്ലോ, അതേപോലെ കേരളം ഒട്ടുക്ക് അമ്മമാർ ഒരു സംഘടിച്ചുകൊണ്ട് നമുക്കൊരു മനുഷ്യ ശൃംഖല ചേർത്താൽ ഇത് സാധിക്കും. അല്ലാണ്ട് അതിനോടൊപ്പം തന്നെ പോലീസ് ഉമേഷ് സാർ എനിക്കറിയാം എത്രത്തോളം ഇതിലൊക്കെ അദ്ദേഹം മെനക്കെട്ടിട്ടുണ്ടെന്ന് ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് സമൂഹം ഉണരണം. അതോടൊപ്പം സാർ നിരന്തരം മദ്യഷാപ്പുകൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയിട്ട് എന്ത് കാര്യമാണ് കിട്ടുക? പ്രധാനപ്പെട്ട കാര്യം റെസിഡൻസ് അസോസിയേഷന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കൈരളി റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കാരണം ആദ്യകാലത്ത് ഞാൻ സ്കൂളിൽ കുട്ടികൾ സംഘടിതമല്ല ഇപ്പോൾ. കാരണം കുട്ടികൾ എന്തെങ്കിലും ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ എന്താ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അത് ഒതുക്കുകയാണ് മറ്റവർ. അതിന് വേണ്ടിയത് സ്കൂളിൽ പഴയ കാലത്തെ മാതിരി രാഷ്ട്രീയം വേണം. SFI ആയാലും KSU ആയാലും ABVP ആയാലും ഇങ്ങനെയുള്ളവർക്ക്, കാരണം അവർ സംഘടിതമായിട്ടാകുമ്പോൾ അതിന് തീർച്ചയായിട്ടും അവർക്ക് എതിർക്കാൻ പറ്റിയായിരുന്നു. ഇപ്പം കുട്ടികൾക്ക് എതിർക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യം ഞാൻ പഠിച്ചത് ഇവിടുത്തെ ചാലപ്പുറ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എങ്കിലും അന്ന് സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ബസ് നിർത്തിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന ബസ് നമ്മൾ അവിടെ നിർത്തിക്കരുത്. കാരണം അന്ന് നമ്മൾ സംഘടിതരുത്. ഇന്നത്തെ കുട്ടിയൊക്കെ അത് കഴിയുന്നില്ല. ബസ് ഇന്നത്തെ കാണുന്നില്ല. ബസ് നിർത്തിയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. കുട്ടികൾ ഓടുകയാണ് ബാഗ് ആയിട്ട്. ബസ്സുകാരൻ പോയി പിറ്റേന്ന് അതിന് ഒന്നും കുട്ടിയൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അഭിപ്രായത്തിൽ ഈ കലാലയ രാഷ്ട്രീയം വീണ്ടും കൊണ്ടുവന്നെങ്കിലും ഒക്കെ ഉള്ളൂ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഡാൻസ് പരിപാടിയുണ്ട്. അതിനു മുൻപ് നമ്മൾ എല്ലാ ഇടങ്ങളിലും നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. യെസ് പ്ലീസ്. നേരത്തെ അരുൺജി പറഞ്ഞല്ലോ, ഒരു മദർ വന്നിട്ട് ചോദിച്ചൊരു വിഷയം. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓൾറെഡി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ ഭയമാണ്. അപ്പോൾ അവരെ എവിടെ നമ്മൾ കൊണ്ടാക്കും? എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് വിമുക്തി സ്കീമൊന്നും എവിടെയൊന്നും അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ട്, നമ്മൾ ആ കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ക്യാമ്പയിനിൽ അവർ എവിടെ കൊണ്ടു ചെന്നാക്കും. വീട്ടിൽ നിർത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് അവരെ കൊണ്ട് ആക്കാനുള്ള ഒരു സ്ഥലം ഏതാണ് സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഫൈനൽ വേർഡ്സ് മാം പറഞ്ഞാട്ടെ. മൈക്ക് സർ പ്ലീസ്, മൈക്ക്. ഓക്കെ, യെസ്. സർ, ഞാൻ കോഴിക്കോട് ചേവരമ്പലം സെൻറ്റ് മേരീസ് സ്കൂളിൽ സംഗീത അധ്യാപികയാണ് 18 വർഷമായിട്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സിനോടാണ്. അവരെ ആ മനസ്സ്, കാരണം മറ്റ് സബ്ജക്ട്സിനേക്കാൾ അവർക്കൊരു ഇത് കിട്ടുന്നത്, നമ്മൾ വരാന്തേ കൂടെ പോയാൽ അവർ പറയും ടീച്ചറെ ഒന്ന് വരുമോ, മാത്സ് പീരീഡ് 2 പീരീഡായി സബ്ജക്റ്റ് എടുക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കുഞ്ഞു ക്ലാസ്സാണ്. ഞാനിപ്പോൾ സാറ് മാർക്കോൻ്റെ ഇവിടെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞാനിതൊന്ന് സാറിന് കാണിക്കാമെന്ന് വെച്ചാൽ, ഞാൻ 2ാം ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയിട്ട് ഞാൻ പോയിരിക്കുമ്പോൾ 2-3 പേര് ചിത്രം വരച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു, രശ്മി മസ്ത് ഞാൻ വരച്ച ചിത്രം ഇതെങ്ങനെ. അപ്പം ഞാൻ നോക്കിയപ്പം ഇതാ മാർക്കോ സാർ കാണുന്നുണ്ടോ, ബ്ലഡ് മൂവി കൈ മുറിച്ചിട്ട ചിത്രം. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. കുഞ്ഞു മനസ്സിൽ നിന്ന് വന്ന, എല്ലാവർക്കും കാണുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്ന് 2ാം ക്ലാസ്. പിന്നെ ഇതാ കണ്ടോ, നമ്മുടെ ഉണ്ണി മുകുന്ദൻ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന അവരെ മനസ്സിൽ അത് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഞാൻ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അവരെ മനസ്സിൽ സ്ക്രിപ്റ്റ് ആക്കി പ്രവർത്തിപ്പിക്കുന്നതാണ്. അതാണ് അവര്. അപ്പൊ ഞാനിത് മാർക്കോ ആണ്. അതുപോലെ സിഗരറ്റ് വലിച്ചിട്ട് നമ്മൾ 2ാം ക്ലാസ്സിൽ വരച്ച പടം എന്ത് വരുന്നു ടീച്ചറെ, ഓർമ്മയുണ്ടോ? സൂര്യൻ ഇങ്ങനെ തെങ്ങോലകൾക്കിടയിൽ നിന്ന് വരുന്ന, കുന്നിന്റെ മുകളിൽ നിന്ന് വരുന്ന പടമല്ലായിരുന്നു വരച്ചത് അല്ലേ? 2 കുന്നുകൾക്കിടയിലെ സൂര്യൻ, അല്ലെങ്കിൽ വാഴക്കൊല, ഇതായിരുന്നു നമ്മൾ വരച്ച പരമാവധി ചിത്രം അല്ലേ? ഇപ്പൊ മാർക്കോ നല്ല ചുരുട്ട് വലിച്ചു നിൽക്കുന്ന പടമാണ് 2ാം ക്ലാസ് വരച്ചു വെച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് തിയറി. യെസ് മാം. This is what I was saying initially also. Role models are കാണിക്കുമ്പോൾ they want to be the role models. They want to be like them. Yes. ഈ റോൾ മോഡൽസ് ഒരു അപകടമാണ് അല്ലേ സർ?
തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടുള്ള വാലിഡ് പോയിന്റ്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഡിസ്കസ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാണ്. സത്യത്തിൽ അരുൺ സാറ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളാണ് മാക്സിമം 70% ഇത് അത് സത്യത്തിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് അഡോൾസൻ സ്റ്റേജാണ്, കുട്ടികളുടെ അഡോൾസൻ സ്റ്റേജാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സൈക്കോളജിക്കലി പറയാറുണ്ട് ഈ അഡോൾസൻ സ്റ്റേജിലെ കുട്ടികളെ നമ്മളെപ്പോഴും പാരൻസ് ഫ്രണ്ട്സായിട്ട് കാണണം, ആ ഒരു പീരീഡിൽ കാണണം എന്ന് പറയുന്നത്. പാരൻസ് എപ്പോഴും ആ കുട്ടികളെ ഫ്രണ്ട്സായിട്ട് കാണണം എന്നാണ് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. എന്ത് അച്ഛനമ്മമാരുടെ അടുത്ത് പറയാത്ത നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാണ് അത് പറയുക. അപ്പോൾ ഫ്രണ്ട്സിന് ഇത് എത്രത്തോളം സെറ്റിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എമിക്കബിളി എത്രത്തോളം ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു തെർസ് എ ലിമിറ്റ്, അത് ലിമിറ്റ്. പക്ഷേ നമ്മളെ അച്ഛനമ്മമാർ ഈ കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾ അച്ഛനമ്മമാരുടെ അടുത്ത് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുക. പക്ഷേ ഫ്രണ്ട്ലി ആയിട്ട് ഒരുമിച്ച് അടിക്കരുത്. ഇല്ല അതല്ല. തീർച്ചയായിട്ടും നമ്മളെ പ്രശ്നം. ഇപ്പോൾ ഒരു പുതിയ വേറൊരു ട്രെൻഡ് ഐ ഹവ് ഹേർഡ് ഫ്രം മെനി പീപ്പിൾ ഇസ് പേരൻസ് എസ്പെഷ്യലി കുറച്ച് അപ്പർ ഹയർ സോഷ്യൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ അവർ ദേ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി wean our kids into maybe drinks or smoking and even drugs. I've heard of the families because they say that അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം എന്തുമാത്രം ഉപയോഗിക്കാം, മറ്റേതാണെങ്കിൽ അവർക്ക് കൺട്രോൾ ഇല്ലാതെയാണ്. സോ ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ് കൾച്ചർ. പക്ഷേ ഐ ഹാവ് സീൻ ദാറ്റ് കൾച്ചർ സ്റ്റാർട്ടിങ് നൗ. ഈ ഒരു കൊടുത്താൽ നാളെ അവൻ ചുറ്റിക എടുക്കും. സർ, ഈ ഒരു എക്സസ് അവൈലബിലിറ്റി ഓഫ് ഈ ഒരു ഡ്രഗ്സ് ഉണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ്, അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അവസാനിച്ചു. സർ, ഞാൻ ഒരു ആഴ്ചയിൽ ഒരു 500-ൽ പരം കുട്ടികളെ പ്രൊഫഷണൽ കോഴ്സസിൽ പഠിക്കുന്ന കുട്ടികളെ കോഴിക്കോട് ജില്ലയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളൊന്നും പ്രിവിലേജ്ഡ് അല്ല. ഇന്നിവിടെ സംസാരിച്ച ഒരുപാട് പേര് പ്രിവിലേജ്ഡ് ആണ്. പാരൻസ് ഹാവ് ടൈം ടു സ്പെൻഡ് വിത്ത് ദെയർ കിഡ്സ്. ദ കിഡ്സ് ആർ ഗോയിങ് ടു ബെറ്റർ സ്കൂൾസ്. ഇപ്പോൾ രേണു പറഞ്ഞ സ്കൂളാണെങ്കിലും. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നിടത്ത് പകരം എന്ത് വേണമെന്ന് പറയാൻ ഇവിടെ ഒരു സംവിധാനമില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് നോട്ട് മിസ്ഡയറക്റ്റഡ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡയറക്റ്റഡ്. പലരും പല രീതിയിലാണ് പഠിച്ചിറങ്ങി വരുന്നത്. ഇവിടെ നിൽക്കുന്ന പല കുട്ടികളും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് ആ യൂത്തിനെ ഡയറക്റ്റ് ചെയ്യാൻ ഒരു സിസ്റ്റവും ഇവിടെ ഇപ്പം നിലവിലില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അടക്കമുള്ളവർ കേൾക്കേണ്ട ഒരു വാക്കുകളാണിത്. ഞാൻ എസാപ്പ് കേരള എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റിൽ 10 വർഷമായി ട്രെയിനറായി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 30 കുട്ടികളെ ഒരു ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്ത് തരും, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള. ആ കുട്ടികളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യാറാണ് സോഫ്റ്റ് സ്കിൽസിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. ആ കുട്ടികളുടെ ലൈഫ് സ്റ്റോറീസ് നമുക്ക് അറിയാറുണ്ട്. ആ പാരൻസ് ഇതുപോലെ 7 മണിക്കോ 8 മണിക്കോ വീട്ടിൽ വന്ന് കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പാരൻസാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയും, ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ കുട്ടികളെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാണ്. നമ്മൾ പുച്ഛിക്കുന്നത് കുറയ്ക്കണം. ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനെ. വേറൊരു കോട്ട് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്, എൻ്റെ രൂപം കണ്ട ചിലപ്പോൾ എനിക്ക് തോന്നൂല ഞാൻ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആണെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് യുവത്വത്തോടുള്ള പുച്ഛമാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ തുടക്കവും അവരുടെ നാശത്തിൻ്റെ തുടക്കവും. അതെല്ലാവരും ആലോചിച്ചാൽ നന്ന്. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ യുവത്വം മുഴുവൻ മോശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ യുവാക്കളത് മാത്രമായിട്ടല്ല ഈ ലോകമുള്ളത്. ഈ പൊതുസമൂഹം ഈ കുട്ടികൾക്ക് എന്താണ് നൽകണമെന്നുള്ള വലിയൊരു ചോദ്യം ഉയർന്നു വരുന്നില്ലേ? നിങ്ങളും ഞാനും അടങ്ങണ ഈ സമൂഹം ഈ കുട്ടികളെ ജയിക്കാൻ വേണ്ടി മാത്രം പരിശീലിപ്പിച്ചെടുക്കുന്ന യന്ത്രങ്ങളാണ്. അവരെ നല്ല മനുഷ്യരാക്കി തീർക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള പ്രസക്തമായ വലിയ ചോദ്യത്തോടെ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തു മടങ്ങും. നമുക്കിപ്പോൾ എഡിറ്റോറിയൽ ടീമുണ്ട്. മാനേജിംഗ് എഡിറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ഡിജിറ്റൽ ഹെഡ് ഡുഡി ബാലകൃഷ്ണൻ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, ഒപ്പം നമ്മളോടൊപ്പം സഹകരിച്ച് നമ്മുടെ ലേഡി കൗൺസിൽ ഓഫ് ലേഡി ലയൺസ് ഭാരവാഹി റീജ അടക്കമുള്ളവരുണ്ട്. അവർക്കൊരു ഉപഹാരം നമുക്ക് കൊടുക്കണം. അതിനു മുൻപ് നമുക്ക് ഒരുമിച്ച് ഈ ബീച്ചിൽ നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതുണ്ട്. അത് ഇത് എല്ലാ ഇടങ്ങളിലും റിപ്പോർട്ടർ TV-യുടെ സാന്നിധ്യത്തിൽ നമ്മൾ നാട്ടുകാർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏറ്റുചൊല്ലിയ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഈ രാവിലും നമ്മൾ ചൊല്ലുന്നു. സ്ത്രീകൾക്ക് പാതിലോകം എന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പൂർണ്ണ ലോകം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ഈ പ്രതിജ്ഞ കേരളത്തിന് ഒരുമിച്ച് നിന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. അപ്പോൾ എല്ലാവരെയും നമ്മൾ ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇത് ഒരു പ്രതീകാത്മകമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ എങ്കിലും നമ്മുടെ ഓരോ വീടുകളിലും ചൊല്ലേണ്ട പ്രതിജ്ഞയായി കേരള സർക്കാരിൻ്റെ ഈ പ്രതിജ്ഞ റിപ്പോർട്ടർ TV-യിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും തയ്യാറാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മൈക്ക് എല്ലാവർക്കും നമുക്കൊന്ന് കൊടുക്കാവുന്നതാണ്. നിരേഷ്, ഈ മൈക്ക് റൈറ്റ്, മൈക്സ് പ്ലീസ്. മൈക്കുകൾ കൊടുക്കാവുന്നതാണ്. ഉള്ള മൈക്കുകൾ നടുക്ക് കൊടുക്കാം. സോ ആ പ്രതിജ്ഞ എല്ലാവരും നമ്മൾ നെഞ്ചത്തെ കൈവച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു. മൈക്ക് പ്ലീസ്. ഒരു മൈക്ക് ഇവിടെ, ഒരു മൈക്ക് ഇവിടെ. റൈറ്റ്, അവിടെ ഒരു മൈക്ക് സർ. യെസ് പ്ലീസ്. പ്ലക്കാർഡ്സ് ഉണ്ട്. റിപ്പോർട്ടർ TV-യുടെ
വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട മഹാറാലിയുടെ സമാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പ്രതിജ്ഞയോടെ നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ, ഇത് ഇന്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായി ലേഡി ലയൺസ്, കൗൺസിൽ ഓഫ് ലേഡി ലയൺസ് കൊണ്ടുവരുന്ന വലിയ പ്ലക്കാർഡുകളാണ്. യെസ് പ്ലീസ്, പ്ലക്കാർഡുകൾ പിടിക്കാം. യെസ്, നമ്മൾ പ്രതിജ്ഞയിലേക്ക് കടക്കുന്നു. റെഡി? റെഡി മാം? റെഡി. കേരളം ഏറ്റെടുക്കേണ്ട പ്രതിജ്ഞയായി തുടങ്ങാം. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് കേരളത്തിന്റെ പ്രതിജ്ഞയായി മാറട്ടെ. റിപ്പോർട്ടർ ടിവിയുടെ സ്നേഹോപകാരം ആൻഡ്രൂ മെഗസ്റ്റിൻ നമ്മളുടെ റീജയ്ക്ക് സമ്മാനിക്കുന്നു. കൗൺസിൽ ഓഫ് ലേഡി ലയൺസിന് സമ്മാനിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ മെമന്റോ. പ്ലീസ് മാം, പ്ലീസ് ടേക്ക് ഇറ്റ്. ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ലവ്. താങ്ക് യു, താങ്ക് യു. പ്രിയ പ്രേക്ഷകരെ, കോഴിക്കോടിനെ സാക്ഷി നിർത്തി നമ്മൾ ഈ യജ്ഞം താൽക്കാലികമായി ഇവിടെ തുടരുകയാണ്, അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വരും ദിവസങ്ങളിലും കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുമിച്ച് നിൽക്കുക. ഇനിയും കരൾ പാതി കൊടുക്കാൻ നമുക്കില്ല. പ്രണയങ്ങൾക്ക് നമുക്ക് കൊടുക്കണം, സ്നേഹബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ലഹരിയുടെ പക്ഷികൾ കൊണ്ടുപോകാതിരിക്കട്ടെ. ഈ രാത്രിയിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം.